വെച്ച സ്ഥാനത്ത് ഒരു മെഴുകുതിരി നാളം പോലെ കത്തിയമർന്ന കാലം കണ്ട കരുത്തുറ്റ കർത്തൃദാസനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അന്ധതപസിൽ പ്രശോഭിച്ച ഒരു വെള്ളി നക്ഷത്രം പോലെ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി കാലത്തിൽ എരിഞ്ഞടങ്ങിയ കാലം കണ്ട കരുത്തുറ്റ കർത്തൃദാസൻ അത് യോഹന്നാൻ സ്നാപകനായിരുന്നു. പ്രിയപ്പെട്ടവരെ, സ്വയത്യജീകരണത്തിലൂടെ ശുശ്രൂഷ ഈ ഭൂമിയിൽ നിറവേറ്റിയ ഒരു ശുശ്രൂഷകനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. എന്തൊക്കെയാണ് ദൈവരാജ്യത്തിനു വേണ്ടി അദ്ദേഹം ത്യജിച്ചത്? 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ താൻ ത്യജിച്ചിട്ടാണ് ശുശ്രൂഷ നിറപടിയായി നിറവേറ്റിയത്. ഏതൊക്കെയാണ് അദ്ദേഹം ത്യജിച്ചത്? 1, അദ്ദേഹം ഒരു പുരോഹിത കുടുംബത്തിൽ പിറന്ന വ്യക്തിയായിരുന്നു. അടുത്തത്, പുരോഹിതനായി ജീവിതം തുടരേണ്ട ആ മനുഷ്യൻ, പുരോഹിതനായി ശുശ്രൂഷ നിർവഹിക്കേണ്ട ആ മനുഷ്യൻ, ആഠ്യത്വമുള്ള ബഹുമാനം ലഭ്യമാകുന്ന പുരോഹിത ശുശ്രൂഷ വേണ്ട എന്ന് വെച്ചിട്ട് പകരം ഇതാ ഒരു പ്രവചന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് യഹൂദ്യ മരുഭൂമിയിൽ ദൈവശബ്ദമായി താൻ മാറുകയായിരുന്നു. 1, പുരോഹിത ശുശ്രൂഷ വേണ്ട എന്ന് വെച്ചു യോഹന്നാൻ. 2, പുരോഹിതന്റെ വസ്ത്രം വേണ്ട എന്ന് വെച്ചു. ഏറ്റവും മനോഹരമായ പുരോഹിത വസ്ത്രം വേണ്ട എന്ന് വെച്ചിട്ട് പകരം ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും അണിഞ്ഞുകൊണ്ട് അദ്ദേഹം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ആ കാലത്ത് പ്രവർത്തിക്കുകയാണ്. 3, യോഹന്നാൻ വേണ്ട എന്ന് വെച്ചത് അദ്ദേഹത്തിന് ലഭ്യമാകുന്ന ആഹാരമായിരുന്നു. മനോഹരമായ സ്വാദിഷ്ടമായ പുരോഹിതന്റെ ആഹാരം. എന്തായിരുന്നു പുരോഹിതന്റെ ആഹാരം? ഒരു യാഗമൃഗത്തിൻ്റെ നെഞ്ചും കൈക്കുറുകും കഴിക്കാൻ ന്യായപ്രമാണ വിധിപ്രകാരം കഴിയുന്ന ആ പുരോഹിതന് അദ്ദേഹം അത് വേണ്ട എന്ന് വെച്ചിട്ട് ഇതാ ഏറ്റവും നീചമായ ആഹാരം കഴിച്ചുകൊണ്ട് അദ്ദേഹം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ആ കാലത്ത് നിലനിൽക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ കാലത്ത് ഈ 3 നിലവാരങ്ങളിൽ ജീവിതത്തിൽ സ്വയത്യജീകരണത്തിലൂടെ ശുശ്രൂഷ നിറവേറ്റിയ ഈ മനുഷ്യനെ ഞാൻ വിശ്വസിക്കുന്നു അന്നത്തെ കാലഘട്ടത്തിലെ സമൂഹം വിളിച്ചു കാണും ലോകമണ്ഡൻ, തിരുമണ്ഡൻ. സ്തോത്രം. നമുക്ക് ഒരുപക്ഷെ അദ്ദേഹത്തെ അങ്ങനെ കാണാൻ കഴിയും. എന്നാൽ സ്വയത്യജീകരണത്തിലൂടെ ശുശ്രൂഷ നിർവഹിച്ച യോഹന്നാൻ സ്നാപകനെ യേശു ഇങ്ങനെയാണ് പറഞ്ഞത്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമ്മുടെ കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്: യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല. സ്തോത്രം. ഈ രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മനിയോഗത്തിൽ ഞാൻ പറയാം, സ്തോത്രം, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചിലതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ചിലതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്തിൻ്റെ അംഗീകാരത്തെക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ അംഗീകാരമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയാൻ കൃപ പ്രാപിച്ച പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ചേർന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ. ലോകത്തിൻ്റെ കൈയടിയേക്കാൾ, ലോകത്തിൻ്റെ അംഗീകാരത്തെക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ അംഗീകാരമാണ് ഏറ്റവും വിലപ്പെട്ടത്. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്വയത്യജീകരണത്തിലൂടെ ശുശ്രൂഷ ഏറ്റുവാങ്ങിയ യോഹന്നാന്റെ അവസാനം എന്തായിരുന്നു? താലത്തിൽ അവസാനിക്കുന്ന കാഴ്ച, തലതാലത്തിൽ അവസാനിക്കുന്ന കാഴ്ച. ഏറ്റവും നീചമായ ഒരു മരണം ഏറ്റുവാങ്ങിക്കൊണ്ട് തൻ്റെ ശുശ്രൂഷ അവസാനിക്കുകയാണ്. തല താലത്തിൽ അവസാനിച്ചു. സ്തോത്രം. യോഹന്നാന്റെ തല താലത്തിൽ അവസാനിച്ചപ്പോൾ പൈശാചിക ശക്തി കരുതി അതുകൊണ്ട് ദൈവരാജ്യ പ്രഘോഷണം അവസാനിച്ചു. ഇവിടം കൊണ്ട് ദൈവരാജ്യ പ്രഘോഷണം അവസാനിച്ചു എന്നാണ് പൈശാചിക ശക്തികൾ കരുതിയത്. എന്നാൽ യേശു ക്രിസ്തു ഗലീലയിൽ ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ ദൈവരാജ്യ പ്രസംഗം അവസാനിച്ചു എന്നാണ് പൈശാചിക ശക്തികൾ കരുതിയത്. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ആ ദൗത്യമേറ്റു വാങ്ങിക്കൊണ്ട് ലോകത്തിൻ്റെ 5 വൻകരകളെ കീഴ്മേൽ മറിച്ചു. യേശുവിൻ്റെ ശിഷ്യന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രക്തസാക്ഷി മരണം വരിച്ച്, സ്വാഭാവിക മരണം വരിച്ച് ഈ മണ്ണിൽ അവസാനിച്ചപ്പോൾ അതോടുകൂടെ ദൈവരാജ്യ പ്രഘോഷണം അവസാനിച്ചു എന്നാണ് പൈശാചിക ശക്തികൾ കരുതിയത്. എന്നാൽ അവർക്ക് തെറ്റുപറ്റി. ഈ തലമുറയിൽ നമ്മുടെ പിതാക്കന്മാരെ, കഴിഞ്ഞ തലമുറയിൽ നമ്മുടെ പിതാക്കന്മാരെ എഴുന്നേൽപ്പിച്ച് ദൈവരാജ്യം പ്രഘോഷണം ദൈവം നടത്തിച്ചു.
സ്തോത്രം. നമ്മുടെ പിതാക്കന്മാർ ഈ മണ്ണിൽ മൺമറഞ്ഞു പോയപ്പോൾ അതോടുകൂടെ ദൈവരാജ്യ പ്രഘോഷണം അവസാനിച്ചു എന്നാണ് പൈശാചിക ശക്തികൾ കരുതിയത്. എന്നാൽ ഈ തലമുറയിൽ ഇതിന്റെ പ്രചാരകരാക്കി നമ്മെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയുടെ അനന്തമായ സാധ്യതയോർത്ത് ഈ രാത്രി ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ എത്ര പ്രിയപ്പെട്ടവർ അതരങ്ങൾക്ക് ശക്തിയുണ്ട്. കരം ശബ്ദവും ഉയർത്തി ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ, ഈ തലമുറയിൽ ഇതിന്റെ പ്രചാരകരാക്കി എന്നെ നിർത്തിയ ദൈവകൃപയ്ക്കായി ഈ രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആത്മനിയോഗത്തോടെ പറയട്ടെ, ഈ തലമുറ ഇവിടം കൊണ്ട് അവസാനിച്ചാൽ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ, ഈ തലമുറ കൊണ്ട് ഇതിൻ്റെ പ്രചാരണം അവസാനിക്കില്ല, ദൈവരാജ്യ പ്രചാരണം അവസാനിക്കില്ല. പിന്നെ നമ്മുടെ തലമുറയെ എഴുന്നേൽപ്പിച്ച് ഇതിൻ്റെ പ്രചാരകരാക്കി നിർത്തുന്ന അത്യുന്നതമായ ദൈവിക പദ്ധതി ഇതിൻ്റെ പിൻപിൽ വ്യാപരിക്കുന്നുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ സ്തോത്രം ചെയ്ത് പറയുന്ന രാത്രിയായി മാറണം. എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം പൂർത്തിയാക്കുന്നവനാണ് ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവ്. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ പന്തലിന്റെ അകത്തിരുന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്യുമ്പോൾ പാതി വഴിയിൽ നീ അവസാനിച്ചു പോകുമെന്ന് പലവരു പൈശാചിക ശക്തി നിന്റെ കാതിൽ മന്ത്രിക്കുന്നുണ്ട്. ഇല്ല, നീ അവസാനിക്കാൻ, നിന്റെ ശുശ്രൂഷ അവസാനിക്കാൻ, നിന്റെ ജീവിതം അവസാനിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നിൽ ആരംഭിച്ച പ്രവൃത്തി പൂർത്തിയാക്കുന്നതുവരെ ചലിക്കുന്നൊരു കരമാണ് ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ കരം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ ദൈവശക്തി ഈ പന്തലിനകത്ത് വ്യാപരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ആത്മാവിൽ അത് ഏറ്റെടുക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. Glory to Jesus. Glory to Jesus. യേശു ഗലീലയിൽ പ്രസംഗിച്ചു തുടങ്ങി. എന്താണ് പ്രസംഗിച്ചത്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഈ വാക്യത്തെ 4 ഭാഗങ്ങളായി തരംതിരിച്ച് ഈ ദേശത്തോട് കടന്നു വന്ന പ്രിയപ്പെട്ടവരോടുമായി പരിശുദ്ധാത്മ നിയോഗത്താൽ സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1, കാലം തികഞ്ഞു. 2, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. 3, മാനസാന്തരപ്പെടുക. 4, സുവിശേഷത്തിൽ വിശ്വസിക്കുക. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. 1, കാലം തികഞ്ഞു. കാലം തികഞ്ഞു. കാലം എന്ന വാക്ക് നാവിൽ കയറി കൂടിയിട്ട് കാലമേറെയായി. കഷ്ടകാലം, നഷ്ടകാലം, കലികാലം, കാലമില്ലാത്ത കാലം, അങ്ങനെ കാലത്തിൻ്റെ പട്ടിക ഒട്ടനവധിയുണ്ട്. കാലം അവസാനിക്കുന്നിടത്ത് നിത്യത ആരംഭിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വീക്ഷണത്തിൽ കാലം എന്ന വിഷയത്തെ 3 കേന്ദ്ര ബിന്ദുക്കളാക്കി തരംതിരിച്ച് പഠിച്ചിട്ടുണ്ട്. സ്തോത്രം. 1, കാലാരംഭം. 2, കാലസമ്പൂർണത. 3, കാലാവസാനം. എന്താണ് കാലാരംഭം? എന്താണ് കാലസമ്പൂർണത? എന്താണ് കാലാവസാനം? എന്താണ് കാലാരംഭം? സത്യവാനായ നിത്യനായ മഹാദൈവം, സർവജ്ഞാനിയായ സർവവ്യാപിയായ സർവശക്തനായ പ്രപഞ്ച സൃഷ്ടിതാവായ മഹാദൈവം കാലത്തിനാദ്യാക്ഷരം കുറിച്ച സമയമാണ് കാലാരംഭം. അതെവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതാണ് കാലാരംഭം. എത്ര വിശാലമാണ് നമ്മുടെ പ്രപഞ്ചമെന്നറിയാമോ? നമ്മുടെ കൊച്ചു തലച്ചോറിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ വളർന്ന് പടർന്ന് ഒരു വിശാലമായി കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു കവി ഇങ്ങനെ പാടിയത്, അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിലെങ്ങാണ്ട് ഒരിടത്തിരിക്കുന്ന മനുഷ്യൻ കഥ എന്ത് കണ്ടു? കഥയൊന്നും കാണാതെയാണ് ഈ ദേശത്തിരുന്നു കൊണ്ട് ഈ സുവിശേഷ യോഗത്തിൽ നമ്മൾ പങ്കെടുക്കുന്നത്. നമ്മുടെ കൊച്ചു തലച്ചോറിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ പ്രപഞ്ചം ബൃഹത്തായി വ്യാപിച്ചു കിടക്കുകയാണ്. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററുകൾ വേഗത്തിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ശബ്ദത്തേക്കാൾ വേഗത്തിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. എന്ന് വെച്ചാൽ നാം ഒന്ന് കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് പ്രകാശം 7 വട്ടം ഭൂമിയെ വലം വയ്ക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെങ്കിൽ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററുകൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പ്രകാശത്തോടൊപ്പം ഈ പ്രപഞ്ചം മുഴുവനും ഒന്ന് കാണുവാനായി നാം ഇറങ്ങി പുറപ്പെട്ടാൽ നൂറ്റാണ്ടുകൾ കൊണ്ട് ഈ പ്രപഞ്ചം കണ്ടു തീർക്കുവാൻ കഴിയില്ല എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യന്റെ കൊച്ചായുസിൽ കണ്ടു തീർക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ ബൃഹത്തായി കിടക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം പറഞ്ഞ് നിങ്ങളെ പുളകിതരാക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ കൊച്ചു തലച്ചോറിന്റെ ഉള്ളിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഈ ബൃഹത്തായ പരന്ന പ്രപഞ്ചമുണ്ടോ? ഈ പ്രപഞ്ചത്തെ ദൈവം നിർമ്മിച്ചത് നൂറ്റാണ്ടുകൾ കൊണ്ടല്ല, സ്തോത്രം, മാസങ്ങൾ കൊണ്ടല്ല, വർഷങ്ങൾ
കൊണ്ടല്ല, പിന്നെ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും വിളിച്ചു വരുത്തിയ മഹാദൈവമാണ് നാം ഇന്ന് രാത്രി ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അങ്ങനെങ്കിൽ ഈ രാത്രി ആത്മനിയോഗത്തിൽ ഞാൻ പറയാം, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരു മഹാദൈവമാണ് ഇന്ന് രാത്രി ഈ പന്തലിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുന്ന എൻ്റെ കർത്താവ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ ആത്മനിറവിൽ ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിന്റെ അകത്ത് ചില പ്രകൃതിയാതീതമായിട്ടുള്ള ദൈവപ്രവൃത്തിയെ പരിശുദ്ധാത്മാവ് ഈ രാത്രി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചിലരോട് പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് ഇടപെടുകയാണ്. വിശ്വസിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ ചേർന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അസാധാരണമായ ദൈവപ്രവൃത്തികൾ ഈ യോഗം ആശീർവാദം പറയുന്നതിന് മുൻപ് നിന്റെ കുടുംബത്തിന്റെ അകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത്, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുന്ന രാത്രിയാണെന്ന് ദൈവാത്മാവ് ചിലരോട് കനത്ത നിലയിൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ വലിയ പ്രപഞ്ചം ദൈവത്താൽ വിരചിതമാക്കപ്പെട്ടു. അതാണ് കാലാരംഭം. സ്തോത്രം. 2, കാലസമ്പൂർണത. കാലസമ്പൂർണത എന്ന വിഷയം അവതരിപ്പിക്കുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. എന്താ കാലസമ്പൂർണത? ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൽ ധന്യനായ പൗലോസ് ലേഖകൻ ഇങ്ങനെയാണ് പറയുന്നത്: കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിൽ ജനിപ്പിച്ചു. അപ്പോൾ എന്താണ് കാലസമ്പൂർണത? നിത്യനായ സർവശക്തനായ സർവജ്ഞാനിയായ മഹാദൈവം മനുഷ്യനായി എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന സമയമാണ് കാലസമ്പൂർണത. കരമുയർത്തി എത്ര പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്? ഒന്നുകൂടി പറഞ്ഞാൽ സ്തോത്രം. വിൺമയനായവൻ മൺമയനായി. സ്തോത്രം. മൺമയനായ എന്നെ വിൺമയനാക്കാൻ വിൺമയനായവൻ മൺമയനായി വന്ന സമയമാണ് കാലസമ്പൂർണത. കരമുയർത്തി ആവേശത്തോടെ സ്തോത്രം ചെയ്യാം. നിറ കണ്ണുകളോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എന്തിനാ സ്തോത്രം ചെയ്യേണ്ടത്? എന്നെ തേടി എൻ്റെ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സമയമാണ് കാലസമ്പൂർണത. Glory to Jesus. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. എത്ര മനോഹരമായിട്ടാണ് ദൂതന്മാരെ നിർമ്മിച്ചിരുന്നറിയാമോ ദൈവം? സ്തോത്രം. മനോഹരമായ രത്നഖചിതമായി നിർമ്മിക്കപ്പെട്ടവരായിരുന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ. സൂര്യകാന്തം, പത്മരാഗം, വൈഡൂര്യം, മരതകം, മാണിക്യം, നഗവർണ്ണി, ചുമപ്പുകല്ല്, പീതരക്തം, പുക്ഷരാഗം, അങ്ങനെ വിവിധങ്ങളായ രത്നഖചിതമായി നിർമ്മിക്കപ്പെട്ട ദൂതന്മാരായിരുന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ. സ്തോത്രം. ചിറകൊന്ന് വിടർത്തിയാൽ ലോകത്തിലെ സകല വാദ്യോപകരണങ്ങളും ചിറകിൽ ഘടിപ്പിക്കപ്പെട്ട് തന്ത്രിനാദം മുടക്കുവാൻ ശേഷിയുള്ളവരായിരുന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ. സ്തോത്രം. സ്വർണ്ണഖചിതമായി രത്നഖചിതമായി ഒന്ന് നോക്കിയാൽ ഒന്നുകൂടി നോക്കുവാൻ കഴിയുന്ന വിധത്തിൽ ശോഭാപൂർണതയിൽ നിർമ്മിക്കപ്പെട്ട ദൂതന്മാർ പാപം ചെയ്തപ്പോൾ അവരെ എന്നേക്കുമായി വെട്ടി എൻ്റെ കർത്താവ് താഴേക്കിട്ടു. സ്തോത്രം. എന്നാൽ ഏഥനിൽ വെറും മണ്ണിനാൽ മെനയപ്പെട്ട മനുഷ്യൻ, ഒന്ന് ഞെരിച്ചാൽ ഞെരിഞ്ഞമർന്നു പോകുന്ന, ഒന്ന് നനഞ്ഞാൽ കുതിർന്നു പോകുന്ന മണ്ണിനാൽ മെനയപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവനെ എന്നേക്കും വെട്ടിക്കളയാതെ കാൽവറിയിൽ അവന് വേണ്ടി നിത്യപദ്ധതി ഒരുക്കി, വീണ്ടെടുപ്പിന്റെ പദ്ധതി ഒരുക്കി. അവനെ സ്നേഹിച്ച് ഇറങ്ങി വന്ന സ്നേഹമാണ് കർത്താവായ യേശുവിന്റെ സ്നേഹമെന്ന് ഈ രാത്രി തിരിച്ചറിയുന്നവർ, കാറ് കിട്ടിയതോർത്ത് സ്തോത്രം ചെയ്തില്ലെങ്കിലും, വീട് കിട്ടിയതോർത്ത് സ്തോത്രം ചെയ്തില്ലെങ്കിലും, വസ്തു വാങ്ങിയതോർത്ത് സ്തോത്രം ചെയ്തില്ലെങ്കിലും, ഈ രാത്രി എന്നെ തേടി ഈ തരയിലേക്ക് ഇറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ ആവാജ്യമായ ആഴമാർത്ത് ഈ രാത്രി ആത്മാവിൽ ആരാധിക്കാൻ കൃപ പ്രാപിച്ച പ്രിയപ്പെട്ടവർ അല്പസമയം കരമടിച്ച് ശബ്ദമുയർത്തി ഈ പന്തലിന്റെ അകത്ത് ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ട രാത്രിയാണ്. ഭാവിയായിരുന്നപ്പോൾ തന്നെ, നാം ദോഷിയായിരുന്നപ്പോൾ തന്നെ, നാം അഭക്തരായിരുന്നപ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹമാണ് നാം ആരാധിക്കുന്ന നസ്രയനായ യേശുവിന്റെ സ്നേഹമെന്ന് ഈ രാത്രി തിരിച്ചറിയാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്.
സ്തോത്രം. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നാണ് പൗലോസ് പറയുന്നത്. സ്തോത്രം. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതുകൊണ്ടായിരിക്കണം യേശുവിനെ ദൈവമായി അംഗീകരിക്കാൻ പലർക്കും സാധ്യമാകുന്നില്ല. സ്തോത്രം. യേശുവിനെ ഒരു സാമൂഹിക പരിഷ്കർത്താവായി പലരും ചിത്രീകരിക്കുന്നുണ്ട്. യേശുവിനെ ഒരു വിപ്ലവകാരിയായി ചിത്രീകരിക്കുന്നവരുണ്ട്. യേശുവിനെ ഒരു മതനേതാവായി ചിത്രീകരിക്കുന്നവരുണ്ട്. യേശുവിനെ ഒരു പ്രവാചകനായി ചിത്രീകരിക്കുന്നവരുണ്ട്. എന്നാൽ കൃപ പ്രാപിച്ച പ്രിയപ്പെട്ടവർക്ക് ഒരുമിച്ച് പറയാൻ കഴിയും, നമ്മുടെ കർത്താവ് ഒരു മതനേതാവല്ല, നമ്മുടെ കർത്താവ് ഒരു സാമൂഹിക വിപ്ലവകാരിയല്ല, ഒരു സാമൂഹിക പരിഷ്കർത്താവല്ല, ഒരു പ്രവാചകനല്ല. നമ്മുടെ കർത്താവ് മഹാദൈവമാണ്. ഈ ദേശത്തെ പൈശാചിക ശക്തികൾ കേൾക്കെ ഉറക്കെ പ്രഖ്യാപിപ്പാൻ കൃപ പ്രാപിച്ച പ്രിയപ്പെട്ടവർ ശബ്ദമുയർത്തി പറ, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് മഹാദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. യേശു ദൈവമാണോ? ഏറ്റവും വലിയൊരു ചോദ്യമാണ്. യേശു ദൈവമാണോ? ദൈവം ദൈവമായിരിക്കണമെങ്കിൽ ദൈവത്തിന് 4 ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. സ്തോത്രം. ഞാൻ വായിച്ചിട്ടുള്ളത്, അപഗ്രഥിച്ചിട്ടുള്ളത്. ദൈവം ദൈവമായിരിക്കണമെങ്കിൽ ദൈവത്തിന് 4 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ് ആ ഗുണങ്ങൾ? 1, ദൈവം ദൈവമായിരിക്കണമെങ്കിൽ ദൈവം സർവജ്ഞാനിയായിരിക്കണം. 2, ദൈവം സർവശക്തനായിരിക്കണം. 3, ദൈവം സർവവ്യാപിയായിരിക്കണം. 4, ദൈവം നിത്യനായിരിക്കണം. ഈ 4 ഗുണങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് ദൈവമാകാൻ പറ്റൂ. സ്തോത്രം. ഇന്ന് പലരും ദൈവങ്ങളാണെന്ന് പറഞ്ഞിരിപ്പുണ്ട്. പക്ഷേ ഈ 4 ഗുണങ്ങൾ അവർക്കുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയാം നിങ്ങൾ ദൈവമാണെന്ന്. അങ്ങനെ 4 ഗുണങ്ങളും ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന അതുല്യനായ ഒരു വ്യക്തി ഈ ഉലകത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന നസ്രയനായ യേശു മാത്രമല്ലാതെ മറ്റൊരുത്തനുമില്ല. യേശു ദൈവമാണോ? അങ്ങനെയെങ്കിൽ യേശു സർവജ്ഞാനിയായിരിക്കണം. എന്താ യേശു സർവജ്ഞാനിയാണോ? സുവിശേഷ ഭാഗങ്ങൾ എന്താണ് നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നത്? സ്തോത്രം. നിങ്ങൾ എന്നോട് കൂടെ വരണം കേട്ടോ. സ്തോത്രം. യേശു സർവജ്ഞാനിയാണോ? എങ്ങനെ തെളിയിക്കാം? കീശയിൽ 5 കാശില്ലാതെ കീശ കാലിയായിരുന്ന് ദാരിദ്ര്യത്തിൻ്റെ അറ്റം പറ്റി നിന്ന പത്രോസിനോട് ഒരിക്കൽ യേശു പറഞ്ഞു, പത്രോസെ ചൂണ്ടലെടുക്കണം. എന്തിനാ? സ്തോത്രം. ചൂണ്ടലെടുത്തുകൊണ്ട് പോയി ഗലീല കടലിൻ്റെ ആഴത്തിലേക്ക് നീ ഇടണം. ഗലീല കടലിൻ്റെ ആഴത്തിലിടുമ്പോൾ ഇതാ ചതുരദ്രഹ്മ പണം ഇരിക്കുന്ന ഒരു മത്സ്യത്തെ നിനക്ക് കിട്ടും. സ്തോത്രം. ചതുരദ്രഹ്മ പണം എടുത്ത് എനിക്കും നിനക്കും കരമടക്കണം. എന്നെ അത് അത്ഭുതപ്പെടുത്തി കേട്ടോ. നിങ്ങളെ അത് എത്രമാത്രം അത്ഭുതപ്പെടുത്തി എന്ന് എനിക്കറിയില്ല. കാരണം സ്തോത്രം, ചതുരദ്രഹ്മ പണം ഇരിക്കുന്ന മത്സ്യം ഗലീല കടലിൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മത്സ്യങ്ങൾ ഊളിയിട്ടൊഴുകുന്നുണ്ട്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മത്സ്യക്കൂട്ടങ്ങൾ ഊളിയിട്ടൊഴുകുന്ന ഗലീല കടലിൻ്റെ അടിവാരത്തിൽ സ്തോത്രം ചതുരദ്രഹ്മ പണം ഇരുന്ന മത്സ്യത്തെ തൻ്റെ ദിവ്യജ്ഞാനത്താൽ എൻ്റെ കർത്താവ് മുൻ കണ്ടു. കരമുയർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അത്തിയുടെ കീഴിൽ ഇരുന്ന നദനയേലിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൂടെ കടന്നുപോയ ആശങ്കകളെ കൃത്യമായി എൻ്റെ കർത്താവ് ഒപ്പിയെടുത്തു. നിത്യജീവൻ ആഗ്രഹിച്ചുകൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ വന്ന ധനികനായ മനുഷ്യൻ്റെ ഒരു കുറവിനെ സ്കാനിങ്ങിൻ്റെ സഹായമില്ലാതെ എൻ്റെ കർത്താവ് കൃത്യമായി കണ്ടുപിടിച്ചത് ചരിത്രത്തിലെ യാഥാർത്ഥ്യമാണെങ്കിൽ ഈ രാത്രി ആത്മനിറവോടെ പറയാം, അപ്പനറിയാത്ത, അമ്മയ്ക്കറിയാത്ത, ഭാര്യയ്ക്കറിയാത്ത, ഭർത്താവിനറിയാത്ത നിന്റെ വേദനയുടെ ഹൃദയത്തെ ഈ രാത്രി കണ്ടറിഞ്ഞിടപെടാൻ കഴിയുന്ന കരുത്തനായ ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ ഈ പന്തലിൽ ഉയർത്തുന്ന, ഈ ദേശത്ത് ഉയർത്തുന്ന നസ്രയനായ യേശു ക്രിസ്തുവല്ലാതെ മറ്റാരുമില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇടപെടുകയാണ്. വിശ്വസിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന രാത്രിയായി മാറട്ടെ. നീ വീട്ടിലെത്തുന്നതിന് മുൻപേ നിന്നെ വേദനിപ്പിച്ച ചില വിഷയങ്ങൾക്ക് മറുപടി പറയാൻ എൻ്റെ കർത്താവ് ഇതിനകത്ത് ഈ രാത്രി ആണത്വത്തോടെ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന രാത്രിയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒന്ന്, യേശു സർവജ്ഞാനിയാണ്. 2, യേശു സർവശക്തനാണ്. എന്താ സർവശക്തി? സർവത്തിൻ്റെ മേലുമുള്ള പരമാധികാരമാണ് സർവശക്തി എന്ന് വെച്ചാൽ
യേശു ദൈവമായിരിക്കണമെങ്കിൽ 4 മേഖലകളിൽ യേശുവിന് പരമാധികാരമുണ്ടായിരിക്കണം. ഏതൊക്കെ മേഖലകളിലാണ്? 1, യേശുവിന് രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ടായിരിക്കണം. 2, യേശുവിന് പൈശാചിക ശക്തിയുടെ മേൽ അധികാരമുണ്ടായിരിക്കണം. 3, യേശുവിന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ടായിരിക്കണം. 4, യേശുവിന് മരണത്തിൻ്റെ മേൽ അധികാരമുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ സർവശക്തൻ എന്ന് പറയാൻ സാധ്യമാകൂ. അങ്ങനെയെങ്കിൽ യേശുവിന് രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ടോ? എന്താ സുവിശേഷം പഠിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഡോക്ടർമാർക്ക് രോഗമൊന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ്റേ എടുക്കണം, ECG എടുക്കണം, MRI എടുക്കണം, സ്കാനിങ് റിപ്പോർട്ട് എടുക്കണം. കുറഞ്ഞതൊരു ബ്ലഡ് റിപ്പോർട്ട് പോലും ഇല്ലെങ്കിൽ നമ്മുടെ രോഗം കണ്ടുപിടിക്കാൻ, മരുന്ന് കുറിക്കാൻ ഇന്ന് ബുദ്ധിമുട്ടാണ്. പക്ഷേ യേശു എന്ന ഗിലെയാദിലെ വൈദ്യന്റെ പ്രത്യേകത എന്നറിയാമോ? എക്സ്റേ എടുക്കാതെ, ECG എടുക്കാതെ, സ്കാൻ ചെയ്യാതെ, ബ്ലഡ് റിപ്പോർട്ട് നോക്കാതെ ഏത് രോഗത്തെ സൗഖ്യമാക്കാൻ, ഏത് രോഗത്തെ തൊടാൻ കഴിയുന്ന ഒരു പരമ വൈദ്യനുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന കർത്താവായ യേശു മാത്രമാണ്. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ രോഗശാന്തി ഈ പന്തലിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. പൈശാചികമായിട്ടിരിക്കുന്ന ചില രോഗബന്ധനങ്ങൾ ഈ രാത്രി യേശുവിന്റെ നാമത്താൽ അഴിഞ്ഞു മാറുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ, പന്തലിൻ്റെ അകത്തിരുന്ന് ആത്മനിറവോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഴിയാത്ത ചില രോഗബന്ധനങ്ങൾ ഈ സുവിശേഷ യോഗത്താൽ ഈ രാത്രി ദൈവാത്മാവ് അടിച്ചു മാറ്റുന്ന രാത്രിയാണ്. പാരമ്പര്യമായ ചില രോഗങ്ങളെ, നാളുകളായി ഇതിൻ്റെ ശരീരത്തെ ബാധിക്കുന്ന ചില രോഗാത്മാക്കളെ എൻ്റെ കർത്താവ് ഇന്ന് രാത്രി തൊട്ട് സുഖപ്പെടുത്തുന്ന രാത്രിയാണെന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ആലോചന പറയുന്നു. വിശ്വസിക്കുന്നവർ ചേർന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ആത്മാവിൻ്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഈ പന്തലിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. Glory to Jesus. Glory to Jesus. യേശുവിന് രോഗത്തിന്റെ മേൽ അധികാരമുണ്ട്. 2, യേശുവിന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക എന്ന് കർത്താവ് കൽപ്പിച്ചാൽ കാറ്റടങ്ങും, തിര ശാന്തമാകും. അങ്ങനെങ്കിൽ ജീവിത പടകിനെതിരെ ഈ ദിവസങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിക്കുന്ന ചില കനത്ത കാറ്റിനെ, ആ കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക എന്ന് കൽപ്പിക്കാൻ അധികാരമുള്ള ഒരുവനുണ്ട്. അവനാണ് നസ്രയനായ യേശു ക്രിസ്തു. യേശു പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണ്. 3, യേശുവിന് പൈശാചിക ശക്തിയുടെ മേൽ അധികാരമുണ്ട്. 6000 ദുർഭൂതങ്ങൾ ഒന്നിച്ച് കയറിയവന്റെ ജീവിതത്തിൻ്റെ അകത്ത് 6000 ദുർഭൂതങ്ങളെ പുറത്താക്കാൻ 6000 ദിവസങ്ങൾ യേശുവിന് വേണ്ടി വന്നില്ല. 6 മണിക്കൂറുകൾ വേണ്ടി വന്നില്ല. 6 മിനിറ്റുകൾ വേണ്ടി വന്നില്ല. പുറത്താകാൻ കൽപ്പിച്ച മാത്രയിൽ 6000 ദുർഭൂതങ്ങൾ ഒന്നിച്ച് അവനിൽ നിന്ന് അപ്രത്യക്ഷമായത് ചരിത്രത്തിന്റെ യാഥാർത്ഥ്യമാണെങ്കിൽ ഏത് പൈശാചിക ശക്തികൾക്കും മീതെ അധികാരമുള്ള, ഏത് സർവാധികാരത്തിനും മീതെ പരമാധികാരിയായ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ അത് ഈ ദേശത്ത് ഞങ്ങൾ ഉയർത്തുന്ന നസ്രയനായ യേശുവാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ഒരു ദൈവശക്തി ഈ രാത്രി വ്യാപരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. 4, യേശുവിന് മരണത്തിന്റെ മേൽ അധികാരമുണ്ട്. ലാസറേ പുറത്തു വരിക എന്ന് യേശു കൽപ്പിച്ചാൽ ലാസർ പുറത്തു വരും. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറയ്ക്കകത്തുനിന്ന് ലാസർ പുറത്തു വരും. നയീനിലെ വിധവയുടെ മകന്റെ ശവമഞ്ചത്തിന്റെ അരികെ ചെന്ന് ശവമഞ്ചത്തിൽ തൊട്ട മാത്രയിൽ, സ്തോത്രം, നയീനിലെ വിധവയുടെ മകൻ ചാടി എഴുന്നേറ്റ് ചരിത്രത്തിന്റെ യാഥാർത്ഥ്യമാണെങ്കിൽ മരണത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് ഞാൻ ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. 1, യേശു സർവജ്ഞാനിയാണ്. 2, യേശു സർവശക്തനാണ്. വേഗത്തിൽ പറയുകയാണ്. 3, യേശു സർവവ്യാപിയാണ്. യേശു തന്നെ പറഞ്ഞു, 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും വാഗ്ദാന പ്രകാരം അവരുടെ നടുവിൽ ഞാനുണ്ട്. സർവവ്യാപിയായ ദൈവം, നിത്യനായ ദൈവം, സ്തോത്രം. ഞാൻ ആൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനുമാകുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അങ്ങനെങ്കിൽ ഈ രാത്രി ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തു മുക്കാൽ ചക്രത്തിന് വിലയില്ലാത്തൊരു മുക്കുമണ്ഡമല്ല. മൂവുലകവും തൻ്റെ പാദം തന്നിൽ വണങ്ങുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഈ രാത്രി ഉയർത്തുന്ന നസ്രയനായ യേശുവിൻ്റെ നാമമാണ്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല. അവനെ പോലെ ആരാധ്യൻ ആരും
ആരുമില്ല എന്ന് തിരിച്ചറിഞ്ഞ ആവേശത്തോടെ ഈ പന്തലിൻ്റെ അകത്തിരുന്ന് ആത്മാവിൽ ആരാധിക്കാൻ കരുത്തു പ്രാപിച്ച പ്രിയപ്പെട്ടവർ ചേർന്ന് ആരാധിക്കട്ടെ. എൻ്റെ കർത്താവ് മഹാദൈവമായി ഈ പന്തലിൻ്റെ അകത്ത് ചലിക്കുന്ന രാത്രിയാണ്. ഈ രാത്രി അവന്റെ സാന്നിധ്യം ആത്മാവിൽ അറിയുന്ന പ്രിയപ്പെട്ടവർക്ക് വാവൂട്ട് നിശബ്ദമായി ഈ പന്തലിന്റെ അകത്ത് ഇരിക്കാൻ കഴിയില്ല. സ്ഥലകാല പരിധികൾ മറന്ന് അവർ അതിരില്ലാതെ ആത്മാവിൽ ആരാധിക്കുന്ന രാത്രിയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മഹാദൈവത്തിന്റെ സാന്നിധ്യം ഈ പന്തലിൽ ചലിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒട്ടനവധി നിരീശന്മാരുണ്ട്, ലക്ഷക്കണക്കിന് നിരീശന്മാരുണ്ട്. അവരാരും യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്നില്ല. യേശു ദൈവമാണെന്ന് അവർ പ്രഖ്യാപിക്കുന്നില്ല. കനത്ത വിമർശനങ്ങൾ ഉന്നയിച്ച് യേശുവിൻ്റെ ദൈവത്വത്തെ കനത്ത നിലയിൽ വിമർശിക്കുന്നവരാണ് നിരീശന്മാർ. ധാരാളം പേരെ ഞാൻ എൻ്റെ കൊച്ചു ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ അവരിന്ന് യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. സ്തോത്രം. ഞങ്ങളുടെ മൂക്കിൽ ജീവശ്വാസമുള്ള കാലത്തോളം ഞങ്ങൾ പറയും ഞങ്ങളുടെ കർത്താവ് മഹാദൈവം തന്നെ. ഹല്ലേലൂയ. എന്നാൽ വചനം പഠിപ്പിക്കുന്നു. സ്തോത്രം. ഫിലിപ്പ് ലേഖനത്തിൽ പൗലോസ് എഴുതിയിട്ടുണ്ട്, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു തന്നെ കർത്താവ്. എന്താ? യേശു യെരൂശലേമിൽ സിംഹാസനം ഇട്ട് വാണരുളുമ്പോൾ ഇന്ന് വണങ്ങാത്തവനും ഇന്ന് യേശു ദൈവമല്ല എന്ന് പറയുന്നവനും ഇന്ന് ആരാധിക്കാത്തവനും സർവ മനുഷ്യരും അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തും. സകലരും പറയും യേശു തന്നെ ദൈവം. അന്ന് നിർബന്ധം കൊണ്ട് പറയുന്നതിനേക്കാൾ ഇന്ന് അഭിമാനത്തോടെ പറയാൻ, ഇന്ന് അഭിമാനത്തോടെ യേശു എൻ്റെ ദൈവമെന്ന് പറയാൻ കൃപ പ്രാപിച്ച പ്രിയപ്പെട്ടവർ കരമടിച്ച് അല്പനിമിഷങ്ങൾ സമയമില്ലെങ്കിൽ ചേർന്ന് ആരാധിക്കട്ടെ. ഈ ദേശത്തെ പൈശാചിക ശക്തികൾ കേൾക്കേ, ഉറക്കെ പ്രഖ്യാപിക്കുക, ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവ് മഹാദൈവമാണ്. Glory to Jesus, glory to Jesus, glory to Jesus, glory to Jesus. സ്തോത്രം. അപ്പോൾ കാലാരംഭം, വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. 2 കാലസമ്പൂർണത, 3 കാലാവസാനം. എന്താണ് കാലാവസാനം? കാലത്തിനാദ്യ അക്ഷരം കുറിച്ച എൻ്റെ ദൈവം കാലത്തിന് അവസാന കുത്തിടും, ഫുൾ സ്റ്റോപ്പ് കുറിക്കും എന്നാണ്. നീയോ ദാനിയേലേ പോയിക്കൊള്ളുക, പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാനായി എഴുന്നേറ്റ് വരിക. അപ്പോൾ കാലത്തിനാദ്യാക്ഷരം കുറിച്ച് എൻ്റെ ദൈവം കാലത്തിന് അവസാനം കുറിക്കും. പക്ഷേ വീണ്ടും ജനനം പ്രാപിച്ച, കൃപ പ്രാപിച്ച പ്രിയപ്പെട്ടവർ പറയും, സ്തോത്രം, എന്ന് കാലം അവസാനിക്കുന്നു അന്ന് നിത്യത ആരംഭിക്കും. പ്രത്യാശയുള്ള പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. മരണമില്ലാത്ത, രോഗമില്ലാത്ത, കണ്ണുനീരില്ലാത്ത നിത്യത കാലം അവസാനിക്കുമ്പോൾ ആരംഭിക്കുകയാണ്. പ്രത്യാശയുള്ള പ്രിയപ്പെട്ടവർ കരമുയർത്തിയ ആവേശത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ ഭാഗം ഞാൻ വിടുകയാണ്. 1 കാലം തികഞ്ഞു. 2 ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് നിയർ. ദൈവരാജ്യം സമീപിച്ചിരിക്കുക. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യത്യസ്തമായ ഒരു ചിന്തയാണ് ദൈവരാജ്യം എന്ന വിഷയം. സ്തോത്രം. അങ്ങ് ചെങ്കടൽ കടന്ന് മറുകര കയറിയ ജനം ഒന്നിച്ചു പാടിയത് എന്താണെന്നറിയാമോ? യഹോവ എന്നേക്കും വാഴും എന്ന് വെച്ചാൽ ദൈവരാജ്യം എന്ന വീക്ഷണമാണ്. എന്താ ദൈവരാജ്യം? ദൈവം ഭരിക്കുന്ന ഇടമാണ് ദൈവരാജ്യം. സ്തോത്രം. ആ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവാദിന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, ഭൂമിയെ അവൻ ഭരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യത്തിന്റെ വീക്ഷണമാണ് ആ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 66 പുസ്തകങ്ങളിൽ വികക വീക്ഷണമായി ചേർക്കപ്പെട്ടിരിക്കുന്ന മഹത്തായ സന്ദേശമാണ് ദൈവരാജ്യം എന്ന വിഷയം. വിശുദ്ധ വേദപുസ്തകത്തിന്റെ പിൻബലത്തിൽ ദൈവരാജ്യത്തെ 2ആയി തരംതിരിക്കാം. ശ്രദ്ധയോടെ ആയിരിക്കണം. 1 ആത്മീക ദൈവരാജ്യം, 2 അക്ഷരീക ദൈവരാജ്യം. ആത്മീക ദൈവരാജ്യം, അക്ഷരീക ദൈവരാജ്യം. എന്താണ് ആത്മീക ദൈവരാജ്യം? പൗലോസ് ലേഖി ഇങ്ങനെയാണ് പറയുന്നത്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പിന്നെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. സ്തോത്രം. നമ്മളെ നോക്കി ചിലർ പറയാറില്ലേ, എൻ്റെ പൊന്നോ എന്നാ ശബ്ദമാ,
എന്നാ കയ്യടിയാ, എന്തിനാ ഇങ്ങനെ തുള്ളുന്നേ, എന്തിനാ ഇങ്ങനെ ചാടുന്നേ? പിന്നെ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഏതോ ഭാഷ, മറുഭാഷയായി ഇവർ പറയുന്നുണ്ട്. അതെന്താണെന്ന് ഇവർക്കും അറിയില്ല, കേൾക്കുന്ന ആൾക്കും അറിയില്ല. സ്തോത്രം. അങ്ങനെ പലവിധമായ കളിയാക്കലുകൾ നേരിടുന്നവരാണ് സ്തോത്രം നമ്മുടെ പ്രിയപ്പെട്ടവർ. സ്തോത്രം. എന്നെ നോക്കിക്കൊണ്ട് പലരും പറയാറുണ്ട്, എന്തിനാണ് പാസ്റ്റർ ഇങ്ങനെ അങ്ങ് ആവേശത്തിൽ പ്രസംഗിക്കുന്നത്? പ്രായം കുറവാ, ശബ്ദം ഇത്രയും എടുത്താൽ കാലം മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ശബ്ദം പോകും. പക്ഷേ ആഗ്രഹമുണ്ട് ശബ്ദം കുറച്ച് പ്രസംഗിച്ച് ആരംഭിക്കണമെന്ന്, അവസാനിപ്പിക്കണമെന്ന്. പക്ഷേ ആവേശം അകത്ത് കയറി കഴിയുമ്പോൾ ഈ ശാന്തതയിൽ നിന്നുകൊണ്ടൊന്നും പ്രസംഗിക്കാൻ സാധ്യമാകുന്നില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അകത്ത് വ്യാപിക്കുന്ന ദൈവരാജ്യമാണ്. മനസ്സിലാകുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാ ഈ കയ്യടിയുടെ കാര്യം, എന്നാ ഈ ആവേശത്തിൻ്റെ കാര്യം, ഈ മറുഭാഷയുടെ കാര്യം എന്നാ? ഞങ്ങളൊരു ഉത്തരം പറയാം, ഞങ്ങളുടെ അകത്ത് വന്ന ദൈവരാജ്യമാണ്. മനസ്സിലാകുന്ന പ്രിയപ്പെട്ടവർ ചേർന്ന് പറ, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. സ്തോത്രം. ഒരിക്കൽ അട്ടച്ചാരും തവളച്ചാരും തമ്മിൽ കണ്ടുമുട്ടി, അട്ടയും തവളയും തമ്മിൽ കണ്ടുമുട്ടി. സ്തോത്രം. 1000 കാലുള്ള അട്ട ഇഴഞ്ഞിഴഞ്ഞ് സാവധാനത്തിൽ വരുമ്പോൾ 2 കാലുള്ള തവള ചാടി മുന്നോട്ട് പോവുകയാണ്, ചാടി നടക്കുകയാണ്. സ്തോത്രം. ചാടി ചാടി പോവുകയാണ്. ഇത് കണ്ടിട്ട് അട്ടച്ചാര്, നിൽക്കടാ തവള എവിടെ നിൽക്കേ, എടാ 1000 കാലുള്ള ഞാൻ ഈ സാവധാനത്തിൽ ഇഴയുമ്പോൾ 2 കാലുള്ള നീ എന്തിനാ ഇത്രയും ചാടുന്നേ? സ്തോത്രം. വെറുതെ അഹങ്കരിക്കല്ല് കേട്ടോ. അപ്പോൾ ഭവ്യതയോടെ ഈ തവളച്ചാർ അട്ടച്ചാരോട് പറഞ്ഞു, എൻ്റെ പൊന്നട്ടച്ചാരെ, എൻ്റെ അഹങ്കാരം കൊണ്ടൊന്നുമല്ല, ഞാൻ എൻ്റെ സാക്ഷ്യം പറയാം. സാക്ഷ്യം പറയാൻ ആരംഭിച്ചു. ഒരു വാലു മാത്രമുള്ള ഒരു വാലുമാക്രിയായി ഇച്ചിരി ഇല്ലാത്ത വെള്ളത്തിൽ കിടന്നവനാ ഞാൻ. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വാലു മാറി കാലു വന്നു. അപ്പം എൻ്റെ ചാട്ടത്തിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ അകത്ത് വന്ന രൂപാന്തരമാണ്, അകത്ത് വന്ന ദൈവരാജ്യമാണ്. സ്തോത്രം. ആവേശത്തോടെ സ്തോത്രം ചെയ്യാൻ എത്ര പ്രിയപ്പെട്ടവർക്ക് ഈ പന്തലിൽ കഴിയുന്നുണ്ട്? എന്താ ഈ ആവേശത്തിൻ്റെ കാര്യം? അകത്ത് വന്ന മാറ്റമാണ്. ആർക്കും തരാൻ കഴിയാത്ത രൂപാന്തരം എൻ്റെ വീടിന് തന്ന, എൻ്റെ ജീവിതത്തിന് തന്ന, എൻ്റെ ശുശ്രൂഷയ്ക്ക് തന്ന ഏക വ്യക്തി കർത്താവായതുകൊണ്ട് അകത്ത് വന്ന ദൈവരാജ്യമാണ്, അകത്ത് വന്ന മാറ്റമാണ് എൻ്റെ ആരാധനയുടെ അടിസ്ഥാനമെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവർ ആവേശത്തോടെ ഈ പന്തലിൻ്റെ അകത്തിരുന്ന് ആത്മാവിൽ ആരാധിക്കേണ്ട രാത്രിയാണ്. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ മുമ്പിൽ ഇരുന്നവന് വിടുതൽ കിട്ടിയപ്പോൾ അവൻ ചാടിയും തുള്ളിയും ദൈവത്തെ ആരാധിച്ചതുപോലെ ഈ രാത്രി പ്രാപിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം സ്ഥലകാല പരിധികൾ മറന്ന് ആവേശത്തോടെ ആരാധിക്കാൻ കൊതിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ചേർന്ന് ആരാധിക്കട്ടെ. വലിയൊരു ദൈവകൃപ ഇതിനകത്ത് വെളിപ്പെടുന്ന രാത്രിയാണ്. ശബ്ദമുയർത്തി ആത്മാവിൽ ആരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദേശം കാണേ, ഈ ദേശത്തെ പൈശാചിക ശക്തികൾ കേൾക്കേ. അകത്ത് വന്ന മാറ്റം, അകത്ത് വന്ന രൂപാന്തരം തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിൽ ആരാധിക്കാൻ ആർക്കും മാറ്റാൻ കഴിയാത്ത എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഞാൻ വിശ്വസിച്ച പ്രത്യേക ശാസ്ത്രങ്ങളല്ല, ഞാൻ ആചരിച്ച ആചാരങ്ങളല്ല, യേശുവായതുകൊണ്ടാണ് ഈ ആരാധനയുടെ അടിസ്ഥാനം. Glory to Jesus. ഹല്ലേലൂയ. അതാണ് ആത്മീക ദൈവരാജ്യം എന്ന് വെച്ചാൽ വരാനുള്ള രാജ്യത്തിൻ്റെ ശക്തി ഇപ്പോൾ ആസ്വദിക്കുകയാണ് നാം. വരാൻ പോകുന്ന ദൈവരാജ്യത്തിൻ്റെ ശക്തി ഇപ്പോൾ ആസ്വദിക്കുകയാണ്. നിങ്ങളുടെ നടുവിൽ രോഗികൾ സൗഖ്യമാകുമ്പോൾ, നിങ്ങളുടെ നടുവിൽ പൈശാചിക ശക്തികൾ ഇളകി മാറുമ്പോൾ, നിങ്ങളുടെ നടുവിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് അമംഗ് യു. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയാണ്. അതാണ് ആത്മീക ദൈവരാജ്യം. സ്തോത്രം. എന്നാൽ ഇപ്പോൾ നാം ആത്മീകമായി അനുഭവിക്കുന്ന ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ വെളിപ്പെടാൻ പോകുകയാണ്. അതെന്നാണ് വെളിപ്പെടാൻ പോകുന്നത്? സ്തോത്രം. ഒരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 44-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 44-ാമത്തെ വാക്യം. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അതേ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും, അത് ആ രാജ്യത്തെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. മതി, എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്ക് നന്നായി അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും എൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗത്തിനായതുകൊണ്ട് ഞാനത് വിശദീകരിച്ച് ഒന്ന് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. ബാബിലോൺ സന്നിധിയിൽ രാജാവായിരുന്ന ബാബിലോണിലെ പ്രഥമ പൗരനായിരുന്ന നെബൂഖദ്നേസറിൻ്റെ സ്വപ്നം എന്തായിരുന്നു? ആ സ്വപ്നം കണ്ടു. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും അറിയാൻ മേലാതെ നിർനിമേഷനായി രാജാവ് നിൽക്കുകയാണ്. കൊട്ടാരത്തിലെ മന്ത്രവാദികളും ശകുനവാദികളും ആഭിചാരകന്മാരുമൊക്കെ ആ കൊട്ടാരത്തിലെ സദസ്സിലേക്ക് ക്ഷണിക്കപ്പെട്ടു. രാജാവ് കണ്ട സ്വപ്നം എന്താണെന്ന് കൃത്യമായി പറയണം. എന്നാൽ അവർക്കാർക്കും പറയുവാൻ സാധിച്ചില്ല. എന്നാൽ പരദേശിയായി പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന ദാനിയേൽ എന്ന ഉത്കൃഷ്ടമാനസനായ പ്രാർത്ഥനാ മനുഷ്യനായ വിശുദ്ധ ജീവിതത്തിന് താഴ്മയുണ്ടാകാതിരുന്ന ആ അനുഗ്രഹിതനായ കർത്തൃദാസൻ ഇതാ ദാനിയേൽ എന്ന അനുഗ്രഹിതനായ ആ പ്രാർത്ഥനാ മനുഷ്യൻ രാജാവ് കണ്ട സ്വപ്നം കൃത്യമായി പറയുകയാണ്. എന്തായിരുന്നു രാജാവ് കണ്ട സ്വപ്നം? ദാനിയേൽ രാജസദസ്സിൽ അത് പറയുവാൻ ആരംഭിച്ചു. രാജാവേ, അങ്ങ് കണ്ടത് ഒരു മഹാസ്തംഭമാണ്, ഒരു വലിയ ബിംബമാണ്. ആ ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. നെഞ്ചും കൈകളും വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. വയറും അരയും താമ്രം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. തുട ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. കാലുകൾ ഇരുമ്പും കളിമണ്ണും ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ആ സാമ്രാജ്യത്വ ബിംബം നിൽക്കുമ്പോൾ ഇതാ കൈതൊടാതെ ഒരു കല്ല് വന്ന് ആ സാമ്രാജ്യത്വ ബിംബത്തിൻ്റെ കാലുകളിൽ ഇടിക്കുന്നു. ഇടിച്ച മാത്രയിൽ ആ ബിംബം പൊടിഞ്ഞ് ചാരമായി തെറിച്ച് നാനാഭാഗങ്ങളിലേക്കും ചിതറിക്കപ്പെട്ടു പോകുന്നു. ഇതാ ആ വലിയ കല്ല് വളർന്ന് ഭൂമി മുഴുവനും നിറയുന്നു. ഇതാണ് അങ്ങ് കണ്ട സ്വപ്നമെന്ന് കൃത്യമായി ദാനിയേൽ വ്യക്തമാക്കുകയാണ്. ആ സദസ്സിൽ തന്നെ ദാനിയേൽ ആ മനോഹരമായ ആ വെളിപ്പാടിനെ, ആ ദർശനത്തെ വിശദീകരിക്കുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: രാജാവേ, അങ്ങ് കണ്ട ആ സാമ്രാജ്യത്വ ബിംബത്തിൻ്റെ തല നിർമ്മിച്ചിരിക്കുന്നത് മഹാ സാമ്രാജ്യമായ അല്ലെങ്കിൽ ആ സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ തല കാണിക്കുന്നത് താങ്കളുടെ 1-ാം ലോകൈക സാമ്രാജ്യമായ ബാബിലോൺ സാമ്രാജ്യത്തെയാണ്. നെഞ്ചും കൈകളും കാണിക്കുന്നത് 2-ാം ലോകൈക സാമ്രാജ്യമായ മേദ്യ പാർസ്യ സാമ്രാജ്യത്തെയാണ്. വയറും അരയും കാണിക്കുന്നത് 3-ാം ലോകൈക സാമ്രാജ്യമായ യവനായ സാമ്രാജ്യത്തെയാണ്. തുട കാണിക്കുന്നത് 4-ാം ലോകൈക സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യത്തെയാണ്. കാലുകൾ പകുതി ഇരുമ്പ് കൊണ്ടും കളിമണ്ണ് കൊണ്ടും കാണിക്കുന്നത് ജനാധിപത്യ ഭരണ സംവിധാനത്തെയാണ്. നോക്കൂ, ചരിത്രത്തിൽ എന്താണ് ഈ 4 സാമ്രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ഈ 5 ഭാഗങ്ങൾക്കും സംഭവിച്ചതെന്ന് ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ചരിത്രത്തിൽ ഈ 4 സാമ്രാജ്യങ്ങൾക്ക് സംഭവിച്ചത്? 1-ാം ലോകൈക സാമ്രാജ്യമായ ബാബിലോൺ സാമ്രാജ്യം ഷീനാർ സമഭൂമിയിലൂടെ വളർന്നു വന്ന് നെബൂഖദ്നേസർ, നെബിൽമെരോദക്, നെബോപൊലേസർ തുടങ്ങിയ ഒട്ടനവധി ചക്രവർത്തിമാരാൽ ഭരിച്ചു വാഴപ്പെട്ട ബാബിലോൺ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിന് എന്താണ് ചരിത്രത്തിൽ സംഭവിച്ചത്? BC 539 ഇതാ മേദ്യ പാർസ്യ പ്രഭുവായിരുന്ന കോരശ് രാജാവ് ബാബിലോൺ സാമ്രാജ്യത്തെ പിടിച്ചടക്കുകയാണ്. സ്തോത്രം. അതിനെപ്പറ്റിയുള്ള പശ്ചാത്തലം ദാനിയേൽ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങ് രാജസന്നിധിയിൽ വലിയൊരു വിരുന്ന് നടക്കുകയാണ്. ബെൽഷസർ ഇതാ ആ മനോഹരമായ വിരുന്ന് നടക്കുന്ന സമയം ഇതാ കൊട്ടാര ഭിത്തിയിൽ ഒരു കൈവെള്ള പ്രത്യക്ഷപ്പെടുന്നു. ആ പ്രത്യക്ഷപ്പെട്ട കൈ ഇങ്ങനെ എഴുതി: മെനെ മെനെ തെക്കേലൂഫർസീൻ. മോനെ മോനെ, നിന്നെ തെക്കേ അമേരിക്കയ്ക്ക് അയക്കാമെന്നല്ല, ഞാൻ നിന്നെ തൂക്കി നോക്കിയിരിക്കുന്നു, നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ആ രാത്രിയിൽ തന്നെ മേദ്യ പാർസ്യ പ്രഭുവായ കോരശ് ബാബിലോൺ സാമ്രാജ്യത്തെ പിടിച്ചടക്കി. അപ്പോൾ 1-ാം ലോകൈക സാമ്രാജ്യമായ ബാബിലോൺ സാമ്രാജ്യം ചരിത്രത്തിൽ അവസാനിച്ചു. അടുത്തത് രംഗപ്രവേശനം ചെയ്തത് മേദ്യ പാർസ്യ പ്രഭുവായിരുന്ന കോരശിന്റെ സാമ്രാജ്യമായിരുന്നു. കോരശന്റെ ഇടയൻ, അവൻ എൻ്റെ ഹൃദയമൊക്കെയും നിവർത്തിക്കുന്നവൻ എന്നൊക്കെ അരുളി ചെയ്തുകൊണ്ട് 2-ാം ലോകൈക സാമ്രാജ്യം ചരിത്രത്തിൽ ഉദയം ചെയ്തുവെങ്കിലും അലക്സാണ്ടർ ചക്രവർത്തി BC 330 മേദ്യ
പാർസ്യ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തി മേദ്യ പാർസ്യ സാമ്രാജ്യവും ചരിത്രത്തിൽ അവസാനിച്ചു. ഇനിയും രംഗത്ത് വന്നത് മൂന്നാം ലോകൈക സാമ്രാജ്യമായ യവനായ സാമ്രാജ്യമായിരുന്നു, അലക്സാണ്ടറിന്റെ സാമ്രാജ്യം. ലോകമേ, നീ ഒരു സമുദ്രമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കീഴ്പ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു എന്നുറപ്പിച്ചിറങ്ങി പുറപ്പെട്ട അലക്സാണ്ടറുടെ സാമ്രാജ്യം BC 323 ഒരു പനിയിലൂടെ ഈ മണ്ണിൽ നിന്ന് അദ്ദേഹം മരണം വഴിയായി മാറ്റപ്പെട്ടപ്പോൾ തൻ്റെ സാമ്രാജ്യം 4 വിഭജിക്കപ്പെട്ടു. ചരിത്രത്തിൽ അലക്സാണ്ടറുടെ മൂന്നാം ലോകൈക സാമ്രാജ്യമായ യവനായ സാമ്രാജ്യവും അവസാനിച്ചു. ഇനിയും ബാക്കിയുള്ളത് റോമൻ സാമ്രാജ്യമാണ്. ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ ക്രൂരമായ പീഡനങ്ങളിലൂടെ കടത്തിവിട്ട റോമൻ സാമ്രാജ്യം AD 353 ഇതാ ചരിത്രത്തിൽ അവസാനിച്ചു. ഇതാ ചരിത്രത്തിൽ 4 സാമ്രാജ്യങ്ങൾ ഉദയം ചെയ്തു, 4 സാമ്രാജ്യങ്ങളും അവസാനിച്ചു. എന്ന് വെച്ചാൽ ഇനിയും ബാക്കിയുള്ളത് കാൽഭാഗം മാത്രമാണ്. സ്തോത്രം. ഇരുമ്പും കളിമണ്ണും ചേർന്ന കാൽഭാഗം മാത്രമാണ് ബാക്കിയുള്ളത്. ഒരിക്കലും ചേരാത്ത ഇരുമ്പും കളിമണ്ണും. എന്ന് വെച്ചാൽ ജനാധിപത്യ സംവിധാനം, ഭരണ സംവിധാനം. പ്രതിപക്ഷം ഭരണപക്ഷത്തെ അംഗീകരിക്കില്ല, ഭരണപക്ഷം പ്രതിപക്ഷത്തെ അംഗീകരിക്കുന്നില്ല. എന്നാൽ സ്തോത്രം, നാം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക് പരിധി നോക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനാധിപത്യ സംവിധാനങ്ങൾ തകർന്ന് താളടിയാകുകയാണ്. എന്താ കാണിക്കുന്നത്? കൈതൊടാത്തൊരു കല്ല് ഇതാ പാഞ്ഞു വരികയാണ്. സകല സാമ്രാജ്യങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് എന്നേക്ക് നിൽക്കുന്ന നിത്യരാജ്യത്വം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാൻ എൻ്റെ കർത്താവ് വേഗം വരാറായി എന്ന് പ്രത്യാശിക്കുന്ന പ്രിയപ്പെട്ടവർ കരമുയർത്തി സ്തോത്രം ചെയ്ത് പറയണം. ഈ രാജ്യത്തെ, ഈ ഭൂമിയിൽ എന്നേക്ക് നിലനിൽക്കുന്ന നിത്യരാജ്യത്വം എൻ്റെ കർത്താവ് സ്ഥാപിക്കാറായി. കാലത്തിൻ്റെ തെളിവുകൾ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. സ്തോത്രം. മാറ്റങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പല ഭരണ സംവിധാനങ്ങൾ വരുമ്പോൾ പ്രതീക്ഷയോടെ ജനങ്ങൾ ഉറ്റുനോക്കുന്നു. ഈ ഭരണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം ഈ സമൂഹത്തിന് വരും. അരാജകത്വം മാറും, അസമാധാനം മാറും, അരക്ഷിതാവസ്ഥ മാറും. പക്ഷേ സ്തോത്രം, മാറി വരുന്ന ഭരണ സംവിധാനങ്ങൾക്ക് ഈ ഭൂമിയിൽ സുസ്ഥിരമായ, സമാധാനമുള്ള, അരക്ഷിതാവസ്ഥയില്ലാത്ത, അസമാധാനമില്ലാത്തൊരു സംവിധാനം നൽകാൻ സാധ്യമല്ല. എന്നാൽ ഞങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അധിഷ്ഠമായ ചിന്തയിൽ നിന്നുകൊണ്ട് ആഴത്തിൽ പറയാം, ഈ ഭൂമിക്ക് സുസ്ഥിരമായ മാറ്റം തരാൻ കഴിയുന്ന ഏക ഭരണാധികാരി അത് കർത്താവായ യേശു മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ചേർന്ന് പറ, എന്നേക്ക് നിൽക്കുന്ന നിത്യരാജ്യത്വം സ്ഥാപിപ്പാൻ എൻ്റെ കർത്താവ് വേഗം വരാറായി. ദൈവരാജ്യം അക്ഷരീകമായി ഈ ഭൂമിയിൽ നിറവേറപ്പെടാറായി. Praise God. സമയം മുന്നിലോട്ട് ഓടുകയാണ്. 1 കാലം തികഞ്ഞു, 2 ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. 3-ാമത്തെ ഭാഗം മാനസാന്തരപ്പെടുക. റിപ്പന്റ് ആൻഡ് കം ബാക്ക്. മാനസാന്തരപ്പെടുക. എന്തിനായി സുവിശേഷ യോഗം? എന്തിനാ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജൻ വളരെ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ഈ സാമ്പത്തിക ചിലവുകളൊക്കെ ഇവിടെ ഒരുക്കി വളരെ ത്യാഗത്തോടുകൂടെ ഈ സുവിശേഷ പ്രവർത്തനം ഇവിടെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദേശം മാനസാന്തരപ്പെടുക എന്നതാണ്. ചേർന്നത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്താ മാനസാന്തരം? മെറ്റാനോയ എന്ന പദത്തിൽ നിന്നാണ് റിപ്പൻറ്റൻസ് എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്, മാനസാന്തരം എന്ന വാക്കുണ്ടായിരിക്കുന്നത്. എന്താ മെറ്റാനോയ എന്ന പദത്തിൻ്റെ അർത്ഥം? റിട്ടേൺ ബാക്ക്, തിരിഞ്ഞു വരിക എന്നാണ്. തിരിഞ്ഞു വരിക. ലോകത്തിലോട്ട് നോക്കി നിൽക്കുന്നവൻ ക്രൂശിങ്കലേക്ക്, ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വരുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. എന്ന് വെച്ചാൽ മീശ വടിച്ചതല്ല മാനസാന്തരം, വെള്ള ഷട്ടിട്ടതല്ല മാനസാന്തരം, ബൈബിൾ പിടിച്ചതുമല്ല മാനസാന്തരം. ലോകത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വരുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. സ്തോത്രം. 4 തരത്തിലുള്ള മാനസാന്തരമുണ്ട്. 4 തരത്തിലുള്ള മാനസാന്തരമുണ്ട്. 1 സ്തോത്രം, കാര്യസാധ്യത്തിനുള്ള മാനസാന്തരം. 2 സ്തോത്രം, ഭയം കൊണ്ടുള്ള മാനസാന്തരം. 3 താൽക്കാലിക മാനസാന്തരം. 4 ശരിയായ മാനസാന്തരം. എന്താ കാര്യസാധ്യത്തിനുള്ള മാനസാന്തരം? സ്തോത്രം, രോഗം മൂർച്ഛിച്ചു,
രോഗം വല്ലാത്ത നിലയിലെത്തി. മെഡിക്കൽ കോളേജുകാരും തള്ളി. സ്തോത്രം. അവസാനം പ്രാർത്ഥിക്കുന്ന ആരൊക്കെയോ വന്ന് വീട്ടിലിരുന്നൊന്ന് പ്രാർത്ഥിച്ച് ചില ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ സകല രോഗവും സൗഖ്യമായി. വിടുതൽ കിട്ടി. സ്തോത്രം. കാര്യം നടന്നു. കുറച്ച് ദിവസങ്ങളൊക്കെ മര്യാദയ്ക്ക് നടന്നു. വീണ്ടും പഴയപടിയിലേക്ക് തിരിച്ചു പോകുന്ന പരിപാടിയാണ് കാര്യസാധ്യത്തിനുള്ള മാനസാന്തരം. കടം കയറി അങ്ങേ അറ്റമെത്തി. കാര്യം ശരിയാ, പക്ഷേ പ്രാർത്ഥിക്കുന്നവർ ചില വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു, കടം മാറിക്കിട്ടി പഴയപടിയിലേക്ക് പോകുന്നതാണ് കാര്യസാധ്യത്തിനുള്ള മാനസാന്തരം. കാര്യം നടന്നു കിട്ടിക്കഴിഞ്ഞാൽ ശരിയായ പാതയിൽ വരികയില്ല. അപ്പോൾ കാര്യസാധ്യത്തിനുള്ള മാനസാന്തരം കൊണ്ട് സ്വർഗത്തിൻ്റെ പടിവാതിൽ കയറാൻ സാധ്യമല്ല. 2, ഭയം കൊണ്ടുള്ള മാനസാന്തരം. ഞങ്ങളെപ്പോലുള്ള സുവിശേഷകർ ഇതുപോലെ പൊതുവേദിയിൽ നിന്ന് പ്രസംഗിക്കും. ചാകാത്ത പുഴു, കെടാത്ത തീ, അതാ അവിടെ നരകത്തിലുണ്ട്. യേശുവും വിശുദ്ധന്മാരും സ്വർണവും വെള്ളിയും മനോഹര വജ്രങ്ങളുമുള്ള മനോഹരമായ സ്വർഗം. ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചു കഴിയുമ്പോൾ ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള നരകത്തെ എനിക്ക് പേടിയാണ്. എനിക്ക് വേണ്ടത് യേശുവും വിശുദ്ധന്മാരുമുള്ള സ്വർഗമാണ്. ഭയം കൊണ്ട് പറയും, എൻ്റെ ദൈവമേ ഞാനിനി മടങ്ങി വന്നോളാം. ഭയം കൊണ്ട് പറയും. എന്താ പറയുന്നത്? എനിക്ക് സ്വർഗം മതി. അതുകൊണ്ടും സ്വർഗരാജ്യത്തിൽ കടക്കാൻ സാധ്യമല്ല. സ്തോത്രം. 3-ാമത്തെ ഒരു മാനസാന്തരമുണ്ട്, താൽക്കാലിക മാനസാന്തരം. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ? മുഴുത്ത മാനസാന്തരം 3 മാസം. സ്തോത്രം. ഡിസംബർ മാസം ഒക്കെ അടുക്കാറാകുമ്പോൾ ഓരോ തീരുമാനങ്ങൾ എടുക്കും. 31 എഴുന്നേറ്റ് ഒന്ന് പൊതുവിൽ പറഞ്ഞു നിരിക്കും. സ്തോത്രം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെ ഒരു പരിധി വരെ ഇത് കൊണ്ടുപോകും. ആ ജൂൺ മാസം മുതൽ വീണ്ടും പഴയപടിയാണ്. സ്തോത്രം. ശങ്കരൻ പഴയതെങ്കിൽ തന്നെ എന്നൊക്കെ പറയുന്നത് പോലെ സ്തോത്രം പഴയപടിയിലേക്ക് തിരിഞ്ഞു പോകുന്നൊരു യാത്ര. അങ്ങനെങ്കിൽ സ്തോത്രം കാര്യസാധ്യത്തിനുള്ള മാനസാന്തരമോ താൽക്കാലിക മാനസാന്തരമോ ഭയം കൊണ്ടുള്ള മാനസാന്തരമോ ദൈവരാജ്യ പ്രവേശനത്തിന് സാധ്യമല്ല. 4-ാമത്തെ ഒരു മാനസാന്തരമുണ്ട്, ശരിയായ മാനസാന്തരം. അതാർക്കാ സംഭവിച്ചെന്നറിയാമോ? വിശുദ്ധ വേദപുസ്തകത്തിൽ മുടിയനായ പുത്രൻ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യന് സംഭവിച്ച മാനസാന്തരമാ. എന്താ അവൻ സംഭവിച്ചത്? അപ്പൻ്റെ സ്വത്തെല്ലാം നശിപ്പിച്ച് ദൂരയാ ദേശത്ത് അവൻ വസിക്കുകയാണ്. അവസാനം ഗതികേടിൻ്റെ ഒറ്റത്തടി പാലത്തൊക്കെ കയറിയപ്പോൾ ഇതാ പന്നിക്കൂട്ടിൽ പന്നിയെ നോക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവസാനം പന്നിക്ക് തിന്നുന്ന ആഹാരവും ഭക്ഷിച്ച് പന്നിക്കൂട്ടിലിരിക്കുന്ന സമയം അവന് സുബോധം വന്നു എന്നാണ് വചനത്തിൽ വായിക്കുന്നത്. ചിലർക്ക് സുബോധം വരണമെങ്കിൽ എവിടെ എത്തണം? താഴേക്കെത്തണം. എല്ലാം തകർന്ന് തരിപ്പണമായാലേ എന്ത് ചെയ്യുള്ളൂ? ചിലർക്ക് സുബോധം വരികയുള്ളൂ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അതിനു മുമ്പ് സുബോധം വന്നാൽ വളരെ നന്നായിരുന്നു എന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇതാ പന്നിക്കൂട്ടിൽ ഇരിക്കുമ്പോൾ അവന് സുബോധം വരികയാണ്. അവൻ പറയുന്നു, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അനേക കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു. അപ്പൻ്റെ മോനായ ഞാൻ ഇവിടെ പട്ടിണി കിടക്കുക. എനിക്ക് എഴുന്നേൽക്കണം. എനിക്ക് എൻ്റെ അപ്പൻ്റെ വീട്ടിലോട്ട് പോണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും പന്നിക്കൂട്ടിൽ ചാരി ഇരുന്നല്ല നാം വായിക്കുന്നത്. അവൻ എഴുന്നേറ്റു, അപ്പൻ്റെ വീട്ടിലോട്ട് നടന്നു. അപ്പോൾ എന്താ മാനസാന്തരം? അപ്പൻ്റെ വീട്ടിലോട്ട് തിരിച്ച് നടക്കുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. ഈ രാത്രി എത്ര പേർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്? അപ്പൻ്റെ വീട്ടിലേക്ക്, അപ്പൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു നടക്കുന്ന രാത്രിയായി ചിലർ ഈ രാത്രിയെ മാറ്റിയാൽ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കർത്താവ് ഈ രാത്രി പന്തലിൻ്റെ അകത്ത് ഇറങ്ങി നിൽക്കുന്നു എന്ന് ദേശത്തോട് പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടി ആലോചന പറയുകയാണ്. മടങ്ങി വരാനുള്ള അവസാനത്തെ രാത്രിയായി ഈ രാത്രിയെ കണ്ടുകൊണ്ട് മാനസാന്തരത്തിനായി ഹൃദയങ്ങളെ തുറക്കാൻ പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നു. ഈ രാത്രി ഇതാകുന്നു സുപ്രസാദ കാലം. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. മടങ്ങി വരാ ചിലരെ ഈ രാത്രി പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അപ്പന്റെ വീട്ടിലോട്ട് മടങ്ങി വരുന്നതാണ് മാനസാന്തരം. വിശദീകരിക്കാൻ സമയമില്ല. അടുത്ത ഭാഗത്ത് എനിക്ക് വിശദീകരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം അടുത്ത ഭാഗമാണ്. സ്തോത്രം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. 3 മാനസാന്തരപ്പെടുക. 4 സുവിശേഷത്തിൽ വിശ്വസിക്കുക. കരമുയർത്തി ആവേശത്തോടെ സ്തോത്രം ചെയ്താട്ടെ. സുവിശേഷമില്ലാത്ത സുവിശേഷ യോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലം എന്ന് വെച്ചാൽ നെയ്യില്ലാത്ത നെയ്യപ്പം പോലെ, മീറ്റില്ലാത്ത മീറ്റ് പപ്സ് പോലെ സുവിശേഷമില്ലാത്ത സുവിശേഷ യോഗങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുവിശേഷത്തിലേക്ക് ഈ രാത്രി ഒന്ന് കടന്നു വരാതെ എൻ്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിപ്പാൻ എനിക്ക് സാധ്യമല്ല. മനസ്സൊന്ന് തണുക്കണമെങ്കിൽ, സ്തോത്രം, കടന്നു പോകുന്ന വഴിയാത്രയിൽ സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ സുവിശേഷം പറയണം. അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കുക. എന്താ സുവിശേഷം?
സ്തോത്രം നിർവചിച്ചാൽ മനോഹരമായി ഇങ്ങനെ നിർവചിക്കാം. എന്താ? നമ്മളെല്ലാവരും പറയാറില്ലേ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ വിശ്വസിക്കുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. കരമുയർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ചെന്നൈയോട് കൺവെൻഷനിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു, ഞങ്ങളുടെ സുവിശേഷം ക്രിസ്തുവാണ് എന്ന് വെച്ചാൽ ഒന്നുകൂടി ഞാൻ ആഴത്തിൽ പറയാം, ഒന്നുകൂടി ഒരു പടി കൂടി കടന്നു പറയാം. എന്താ സുവിശേഷം? ഒരുപാട് വഴികളിൽ ഒരു വഴിയല്ല ക്രിസ്തു, ഒരുപാട് മാർഗങ്ങളിൽ ഒരു മാർഗമല്ല ക്രിസ്തു, ഒരുപാട് രക്ഷകരിൽ ഒരു രക്ഷകനല്ല ക്രിസ്തു. പിന്നെ യേശു മാത്രം ഏക രക്ഷകൻ, യേശു മാത്രം ഏക വഴി, യേശു മാത്രം ഏക മാർഗം. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. യേശു മാത്രം ഏക രക്ഷകൻ. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഒരിക്കലൊരു കവലയിൽ നിന്നുകൊണ്ട് യേശു ഏക രക്ഷകനെന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗം കഴിഞ്ഞൊരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സഹോദര, നിങ്ങൾക്ക് എൻ്റെ അത്രയും പ്രായമുള്ളൂ, നന്നായിരിക്കുന്നു, പ്രസംഗം നന്നായിരിക്കുന്നു. ആദ്യം അഭിനന്ദിച്ചു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? പറയൂ സഹോദര. യേശു മാത്രം ഏക രക്ഷകനെന്ന് എന്തിനാണ് പറയുന്നത്? യേശു മാത്രം ഏക രക്ഷകനെന്ന് എന്തിനാണ് പറയുന്നത്? അനേക രക്ഷകരിൽ ഒരു രക്ഷകനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം, പ്രശ്നമില്ല. അനേക വഴികളിൽ ഒരു വഴിയാണെന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം. പിന്നെ എന്തിനാ ഏക രക്ഷകൻ എന്ന് പറയുമ്പോഴല്ലേ പ്രശ്നം താങ്കൾക്കും എനിക്കും തമ്മിൽ? അപ്പം 4 മറുപടികൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് യേശു ഏക രക്ഷകനെന്ന് ഞങ്ങൾ പ്രസ്താവിക്കുന്നത്? എന്തുകൊണ്ടാണ് യേശു ഏക വഴിയെന്ന് ഞങ്ങൾ പ്രസ്താവിക്കുന്നത്? 4 മറുപടികൾ ഈ ദേശത്തോട് ഞാൻ പറയാം. ചെവി തുറന്ന് നിങ്ങൾ കേൾക്കണം. എന്തുകൊണ്ട് യേശു ഏക രക്ഷകൻ? ഒന്നാമത്തെ മറുപടി, പാപമില്ലാതെ ഈ ഭൂമിയിൽ ജനിച്ച് പാപമില്ലാതെ ജീവിച്ച് പാപമില്ലാതെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഏക വ്യക്തി ഉലകത്തിലുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. സ്തോത്രം. നമ്മളെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ കൂട്ടുകാരോട് ചോദിച്ചാൽ മതി എന്നാണ് ചിലർ പറയാറുള്ളത്. കൂടെ നടന്ന 3.5 വർഷം കൂടെ നടന്ന എൻ്റെ യേശുവിൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചേ, യേശുവിനെ കുറിച്ച് എങ്ങനെയുണ്ട്, യേശുവിൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട്? യോഹന്നാൻ പറയും, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. സ്തോത്രം. പത്രോസ് പറയും, അവൻ്റെ വായിൽ വഞ്ചനയില്ല. യോഹന്നാൻ സ്നാപകൻ പറയും, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. 6 ന്യായക്കോടതിയുടെ മുമ്പിൽ മാറി 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 വിസ്തരിച്ചിട്ടും ഇന്നേ വരെ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ കഴിയാത്ത അതുല്യനായ ഒരു മഹാവ്യക്തി ഈ ഉലകത്തിൽ പിറന്നു വീണിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ഞാൻ എൻ്റെ ഈ യൗവനത്തിൽ ഉയർത്തുന്ന എൻ്റെ കർത്താവ് മാത്രമാണെന്ന് അഭിമാനത്തോടെ ഈ യൗവന പ്രായത്തിൽ ഈ ചെന്നൈയോട് ദേശത്ത് ഞാൻ ഉച്ചൈസ്തരം വിളിച്ചു പറയുന്നു. പാപം ദേശം കളങ്കമില്ലാതെ ഈ മണ്ണിൽ കരതീർന്ന് ജീവിച്ച പവിത്രനായ ഒരു വ്യക്തി അത് യേശു മാത്രമാണ്. എൻ്റെ ഈ കൊച്ചു ജീവിതം വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഉലകത്തിലുണ്ടെങ്കിൽ എൻ്റെ അപ്പനല്ല, എൻ്റെ അമ്മയല്ല, എൻ്റെ സഹോദരനല്ല, എൻ്റെ നാട്ടുകാരല്ല, എൻ്റെ വീട്ടുകാരല്ല, എൻ്റെ ഈ കൊച്ചു ജീവിതം വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയാവുന്ന ഏക വ്യക്തി യേശു മാത്രമാണെന്ന് അഭിമാനത്തോടെ പറയാൻ എത്ര പേർക്ക് അനുഭവം കൊണ്ട് കഴിയുന്നുണ്ട്? ഇതുപോലെ വിശ്വസിക്കാൻ കഴിയുന്ന, ഇതുപോലെ അംഗീകരിക്കാൻ കഴിയുന്ന, ഇതുപോലെ ആരാധിക്കാൻ കഴിയുന്ന, ഇതുപോലെ ഏറ്റെടുക്കാൻ കഴിയുന്ന, ഇതുപോലെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു അതുല്യ വ്യക്തി യേശു മാത്രമല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശു ഏകരക്ഷിതാവാണെന്ന്. 2, യേശു ഏകരക്ഷിതാവാണെന്ന് പ്രസംഗിക്കാനുള്ള രണ്ടാമത്തെ തെളിവ് എന്താ? പാപികൾക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത ഏക വ്യക്തി ഉലകത്തിലുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കി യേശുവിനെ ഇവിടെ പ്രസംഗിച്ചാൽ കരഘോഷത്തോടെ കയ്യടി ഉയരുമെന്ന് എനിക്കറിയാം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശുവിനെ പ്രസംഗിച്ചാൽ നിർത്താതെ സ്തോത്രം ചെയ്യുമെന്ന് എനിക്കറിയാം. കുഷ്ഠരോഗികളെ തൊട്ട് സുഖപ്പെടുത്തിയ, മുടന്തരെ സൗഖ്യമാക്കിയ,
സ്തോത്രം. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുത്ത യേശുവിനെ പ്രസംഗിച്ചാൽ ഇവിടെ ആഴത്തിലുള്ള ആരാധന ഉയരുമെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ഞാൻ തീർച്ചയായി പറയാം, കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ യേശു പോഷിപ്പിച്ചപ്പോൾ എനിക്ക് നിങ്ങൾക്കും ഒന്നും കിട്ടിയില്ല. മുടന്തരെ സൗഖ്യമാക്കിയപ്പോൾ, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എന്നാൽ എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയത് യേശു കാൽവറിയിൽ പിടഞ്ഞു മരിച്ചപ്പോഴായിരുന്നു എന്ന് തിരിച്ചറിയുന്നവർ കരമടിച്ച് ആവേശത്തോടെ പറ. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ചെന്നിയോട് ദേശത്ത് ഈ പ്രഥമ ദിനത്തിൽ ഉയർത്തുകയാണ്. യേശു ക്രൂശിക്കപ്പെട്ടു. Glory to Jesus. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, പുറമെല്ലാം മുഴുവൻ പോലെ കീറപ്പെട്ടവനായി, കൈകാലുകളിൽ ആണി അടിക്കപ്പെട്ടവനായി, വിലാപ് കുത്തി തുളയ്ക്കപ്പെട്ടവനായി, ആപാദ ചൂടം മാരക മുറിവുകളും ശതങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ പീലാത്തോസിന്റെ കൽത്തളം മുതൽ ഭാരമേറിയ മരക്കുരിശും ചുമന്നുകൊണ്ട് വീണും എഴുന്നേറ്റും വേച്ചും വിറച്ചും ഇതാ ഗോൽഗോത്തയുടെ മലമുകൾ വരെ യെരൂശലേമിന്റെ നഗരവീതിയിലൂടെ നടന്നുപോയി. അവസാനം ഗോൽഗോത്തയുടെ മലമുകളിൽ ഇരുകള്ളന്മാരുടെ മധ്യത്തിൽ, ആകാശത്തിന് ഭൂമിക്ക് മധ്യത്തിൽ വെച്ച് എൻ്റെ കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോഴാണ് എൻ്റെ പാപം മാറിയത്, എൻ്റെ ശാപം മാറിയത്, എൻ്റെ രോഗം സൗഖ്യമായത്. അതുകൊണ്ട് ആവേശത്തോടെ പറയുന്നു, യേശുവിൻ്റെ ക്രൂശാണ് ഞങ്ങളുടെ സന്ദേശത്തിന്റെ അടിസ്ഥാനം. ഈ രാത്രി ഒരുമിച്ച് പറയുന്നു, യേശു ക്രൂശിക്കപ്പെട്ടത് പകരം മരണമായിരുന്നു. ബേനസീർ ഭൂട്ടോ മരിച്ചത് രക്തസാക്ഷി മരണത്തിലൂടെയായിരുന്നു. മഹാത്മജി മരിച്ചത് രക്തസാക്ഷി മരണത്തിലൂടെയായിരുന്നു. രാജീവ് ഗാന്ധി മരിച്ചത് രക്തസാക്ഷി മരണത്തിലൂടെയായിരുന്നു. എന്നാൽ യേശുവിൻ്റെ മരണം രക്തസാക്ഷി മരണമല്ല. യേശുവിൻ്റെ മരണം കുലപാതകമല്ല. യേശുവിൻ്റെ മരണം ആത്മഹത്യയല്ല. യേശുവിൻ്റെ മരണം പകരം മരണമായിരുന്നു. ആർക്കു പകരം? നമുക്കെല്ലാവർക്കും വേണ്ടി പകരം മരിച്ചവനാണ്. നമ്മുടെ പാപത്തിന് വേണ്ടി പകരം മരിച്ചവനാണ് നാം ആരാധിക്കുന്ന കർത്താവെന്ന് ഈ ദേശത്തോട് ഉറക്കെ പ്രഖ്യാപിപ്പാൻ കൃപ പ്രാപിച്ചുള്ള കരം, ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്തു പറ. യേശുവിൻ്റെ ക്രൂശാണ് എൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഉറക്കെ പ്രഖ്യാപിപ്പാൻ കൃപ പ്രാപിച്ച പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒന്ന്, പാപമില്ലാതെ ജനിച്ച് ജീവിച്ച് മരിച്ചടക്കപ്പെട്ട ക്രിസ്തു. 2, പാപികൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തു. 3, യേശു എന്തുകൊണ്ട് ഏകരക്ഷിതാവെന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നു. 3-ാമത്തെ തെളിവ്, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഇന്നും ജീവിക്കുന്ന ഏക വ്യക്തി അത് കർത്താവ് മാത്രമാണ്. സ്തോത്രം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വാദഗതികൾ ഉയർന്ന വിഷയം യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പെന്ന വിഷയമാണ്. യേശു ഉയർത്തെഴുന്നേറ്റ ദിവസം മുതൽ യേശു ഉയർന്നെഴുന്നേറ്റിട്ടില്ലെന്ന് വാദിക്കാൻ വേണ്ടി നിരവധി വാദമുഖങ്ങൾ ഉയർന്നിട്ടുണ്ട്. 3 തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. 1, ബോധക്ഷയ സിദ്ധാന്തം. 2, വഞ്ചനാ സിദ്ധാന്തം. 3, പുരാതന കഥാ സിദ്ധാന്തം. എന്താ ബോധക്ഷയ സിദ്ധാന്തം? ബോധക്ഷയ സിദ്ധാന്തം ഇങ്ങനെയാണ് പറയുന്നത്: യേശു ക്രൂശിൽ മരിച്ചില്ല, ബോധം കെട്ട് കിടന്നതേ ഉള്ളൂ. ബോധം കെട്ട് കിടന്ന യേശുവിനെ എടുത്ത് എന്ത് ചെയ്തു? കല്ലറയിൽ അടക്കം ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ആരോഗ്യം വന്നപ്പോൾ യേശു കല്ലറ പൊളിച്ച് എന്ത് ചെയ്തു? പുറത്തു വന്നു. അതാണ് ബോധക്ഷയ സിദ്ധാന്തം. ഉയർത്തെഴുന്നേറ്റില്ലെന്ന് വാദിക്കാൻ ഒപ്പിക്കുന്ന സിദ്ധാന്തങ്ങളെ. 2, സ്തോത്രം, വഞ്ചനാപരമായ സിദ്ധാന്തം, വഞ്ചനാ സിദ്ധാന്തം. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ ശവശരീരം എടുത്ത് മറ്റെവിടെയോ അടക്കം ചെയ്തിട്ട് നാട്ടിൽ മുഴുവനും പറഞ്ഞു നടന്നു എന്ത്? യേശു ഉയർത്തെഴുന്നേറ്റെന്ന്. അതാണ് വഞ്ചനാ സിദ്ധാന്തം. 3, പുരാതന കഥാ സിദ്ധാന്തം. ഐതിഹ്യ കഥ പോലെ കഴമ്പില്ലാത്ത വെറും കള്ളം കഥ. ഒരു കഴമ്പും ഇതിൻ്റെ അകത്തില്ല. പടച്ചു വിട്ട കഥ. ഇതിൻ്റെ അകത്ത് ഒരു സത്യവുമില്ല. എന്നാൽ സകല സിദ്ധാന്തങ്ങളെ ചവിട്ടുകൊറ്റയിൽ വലിച്ചു കീറിയിട്ടിട്ട് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്തുവിനെ മുഖതാവിൽ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ മുഖതാവിൽ കണ്ട പൗലോസ്ലീഹ പുനരുത്ഥാനത്തിന്റെ അധ്യായം എന്ന് വിശേഷിക്കപ്പെടുന്ന 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ക്രിസ്തുവേശു തിരുവെഴുത്തുകളിലും പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളിലും പ്രകാരം അടക്കപ്പെട്ടു. അടുത്തത് എന്നോടുകൂടെ ചേർന്ന് പറയണം: തിരുവെഴുത്തുകളിലും പ്രകാരം എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കരവും ശബ്ദവും ഉയർത്തി ആവേശത്തോടെ
ഈ പന്തലിൻ്റെ അകത്ത് യേശുവിൻ്റെ സാന്നിധ്യം ആത്മാവിൽ അറിയുന്ന പ്രിയപ്പെട്ടവർക്ക് ആരാധിക്കാതിരിക്കാൻ സാധ്യമല്ല. മരണത്തെ തോൽപ്പിച്ച, റോമൻ ഇമ്പീരിയൽ മുദ്രകളെ തോൽപ്പിച്ച, പൈശാചിക ശക്തികളെ തോൽപ്പിച്ച, പാതാളത്തെ തോൽപ്പിച്ച, ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവ് ഈ രാത്രി മരിച്ചു നാറ്റം വെച്ചവനെയല്ല നീ ആരാധിക്കുന്നത്, മരണത്തെ തോൽപ്പിച്ച അതുല്യനായ വ്യക്തിയാണ് ഈ രാത്രി നിന്റെ ആരാധന എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മിനിസ്റ്റർ ആബേ എന്ന വലിയ കല്ലറ സമുച്ചയമുണ്ട്. ലോകത്തിലുള്ള ഒട്ടനവധി മഹാന്മാരുടെ കല്ലറകൾ അവിടെ നിരന്നു കിടക്കുകയാണ്. അതിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ പ്രഭുവായിരുന്ന വില്യം ഷേക്സ്പിയറിൻ്റെ ഭൗതിക ശരീരം വെസ്റ്റ് മിനിസ്റ്റർ ആബയിലുണ്ട്. ഇംഗ്ലണ്ടിലാണത്. ആ കല്ലറ സമുച്ചയത്തിൻ്റെ കവാടത്തിൽ ആ പുറംചട്ടയിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: ഹിയർ ലൈസ് ദ ബോഡി ഓഫ് വില്യം ഷേക്സ്പിയർ, ദി ക്രൗൺ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന വില്യം ഷേക്സ്പിയറിൻ്റെ ഭൗതിക ശരീരം ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങ് ഫ്രാൻസിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നാസ്തികനായ വോൾട്ടയറിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയുണ്ട്. ആ കല്ലറയുടെ മുൻപിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: ഹിയർ ലൈസ് ദ ബോഡി ഓഫ് വോൾട്ടയർ, ദി ക്രൗൺ ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ കിരീടമായിരിക്കുന്ന വോൾട്ടയറിൻ്റെ ഭൗതിക ശരീരം ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നു. എന്നാൽ പാലസ്തീനിൽ യേശുവിൻ്റെ കല്ലറയുടെ മുൻപിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ചേർന്ന് ആത്മാവിൽ ആരാധിക്കാം. ഈ രാത്രി ആ സാന്നിധ്യത്തിന്റെ വസ്ത്രത്തെക്കാൾ അടുത്ത് അറിയുന്ന പ്രിയപ്പെട്ടവർക്ക് വാമൂട്ടിയിരിക്കാൻ കഴിയില്ല. ചേർന്ന് ആരാധിക്കട്ടെ, ചേർന്ന് ആരാധിക്കട്ടെ. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാഴുന്നു. ഹല്ലേലൂയ! യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമായിരുന്നു, ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമായിരുന്നു. എന്നാൽ 2000 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങളുടെ പ്രസംഗം നിന്നു പോകാത്തതിൻ്റെ കാര്യം എന്നാ? ലോകത്തിലുള്ള മഹാന്മാരായ ചക്രവർത്തിമാർ വായടപ്പിക്കാൻ നോക്കിയിട്ടും ഇന്നും വായടക്കാൻ കഴിയാത്ത, ഇന്നും ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ട്, ഇന്നും രാജ്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് കൊടുങ്കാറ്റ് പോലെ ക്രിസ്ത്യാനിത്വം വ്യാപിക്കുന്നതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ കർത്താവ് മരിച്ചവനല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനത്രേ. ജീർണിച്ചു പോയവനല്ല, ഉയർത്തെഴുന്നേറ്റവനത്രേ. മരണത്തെ അതിജീവിച്ച കർത്താവിന്റെ സാന്നിധ്യം ഈ രാത്രി അകത്ത് വ്യാപിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ! ഞാൻ ഈ സന്ദേശം അറിയിക്കുമ്പോൾ എൻ്റെ അസ്ഥിയോട് അസ്ഥിയും മാംസത്തോട് മാംസവുമായ എൻ്റെ കൂട്ടുപ്രവർത്തകർ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സന്ദേശം ഉയർത്തി പറയുന്നതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് അടിയേൽക്കുന്നവരായി, തുപ്പലേൽക്കുന്നവരായി, പീഡനമേൽക്കുന്നവരായി, അപമാനമേൽക്കുന്നവരായി, ജയിലറകളിൽ ഒരു കുറ്റവും ചെയ്യാതെ ജാമ്യമില്ലാത്ത വകുപ്പുകളിൽ പെടുത്തി അടയ്ക്കുന്നതിൻ്റെ പിൻപിൽ, ഇതൊക്കെ സഹിക്കുന്നതിൻ്റെ പിൻപിലെ കാരണം ഈ മാർഗത്തിനു വേണ്ടി രക്തസാക്ഷി മരണം വരിച്ച ആയിരക്കണക്കിന് വിശുദ്ധന്മാരുടെ ബലിക്കല്ലിൽ ഒഴുകിയ യാഗരക്തം പോലെയുള്ള രാഗരക്തത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് ഈ സന്ദേശം ഈ ദേശത്തോട് പറയുന്നത്. എന്തുകൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങൾ ഇതിനു വേണ്ടി അടിയേൽക്കുന്നു? എന്തിനു വേണ്ടി ഞങ്ങളുടെ സഹോദരങ്ങൾ ജയിലറകളിൽ അടയ്ക്കപ്പെടുന്നു? എന്തിനു വേണ്ടി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശുദ്ധന്മാർ ഇതിനു വേണ്ടി മരണം വരിച്ചു? ഇതൊരു നിർമ്മിത കഥയായിരുന്നെങ്കിൽ ഇതിനു വേണ്ടി ആരും ജീവൻ ബലികഴിക്കുകയില്ലായിരുന്നു. എന്നാൽ ഇത് നിർമ്മിത കഥയല്ല, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളത്രേ. ദേശത്ത് ഉയർത്തി പറയാൻ അനുഭവമുള്ള പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഈ രാത്രി ഞങ്ങൾ പറയുന്നു, 26ാമത്തെ ചെന്നൈയോട് കൺവെൻഷൻ വ്യർത്ഥമല്ല. ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കരമടിച്ച് അല്പസമയം ആരാധിക്കാൻ കൃപ പ്രാപിച്ച പ്രിയപ്പെട്ടവർ മതിമറന്ന് ആരാധിക്കട്ടെ. യേശുവിന്റെ ഉയർപ്പ് രാത്രി അകത്ത് വ്യാപരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കുന്ന പ്രിയപ്പെട്ടവർ ചേർന്ന് ആരാധിക്കട്ടെ. Glory to Jesus. Glory to Jesus. Praise God. യേശു എന്തുകൊണ്ട് ഏകരക്ഷിതാവ്? 4ാമത്തെ തെളിവ് ഞാൻ പറയാം, ശ്രദ്ധയോടെ കേൾക്കണം. വീണ്ടും വരാമെന്ന് പറഞ്ഞ്
ഈ മണ്ണ് വിട്ട് മടങ്ങിപ്പോയ ഏക വ്യക്തി എന്ന് വെച്ചാൽ വീണ്ടും വരുന്ന രാജാതി രാജാവാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനദൂതിനൊത്തവണ്ണം ഈ ഭൂമിയിൽ ആരും ജനിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല. എന്നാൽ യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചു യേശുവിൻ്റെ ജനനം എപ്രകാരമായിരിക്കും, യേശുവിൻ്റെ ശുശ്രൂഷ എപ്രകാരമായിരിക്കും, യേശുവിൻ്റെ മരണം എപ്രകാരമായിരിക്കും, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എപ്രകാരമായിരിക്കും എന്ന് വെച്ചാൽ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചന ദൂതിനൊത്തവണ്ണം ഈ ഭൂമിയിൽ ജനിച്ച്, പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചന ദൂതിനൊത്തവണ്ണം ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ച്, പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചന ദൂതിനൊത്തവണ്ണം ഈ ഭൂമിയിൽ മരിച്ച്, പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചന ദൂതിനൊത്തവണ്ണം ഈ ഭൂമിയിൽ അടക്കപ്പെട്ട്, പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചന ദൂതിനൊത്തവണ്ണം ഉയർത്തെഴുന്നേറ്റ്, പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചന ദൂതിനൊത്തവണ്ണം സ്വർഗാരോഹണം ചെയ്ത്, പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചന ദൂതിനൊത്തവണ്ണം താതന്റെ വലഭാഗെ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവ് പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചന ദൂതിനൊത്തവണ്ണം വേഗം വരുന്ന രാജാതി രാജാവാണ്. ഓ, ചേർന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്യാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു നിശ്ചയം. അവിടെ നിന്ന് നമ്മുടെ കർത്താവ് വേഗം വരും. ഈ താഴ്ചയുള്ള ശരീരം തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. ചേർന്ന് പറ, കർത്താവ് ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഓരോരുത്തരും അവനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ വെളിപ്പെടും. നമ്മുടെ കർത്താവ് വരാറായി. ഹല്ലേലൂയ. കാലത്തിന്റെ ചുവരെഴുത്തുകൾ യേശുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുകയാണ്. ഈ കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ ഈ 33-ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ യൗവന പ്രായത്തിൽ, ഈ രക്തം തുടിക്കുന്ന പ്രായത്തിൽ, അതിൻ്റെ ആവേശത്തിൽ ഞാൻ പറയാം, യേശു ഏകരക്ഷിതാവല്ലെന്ന് ഞങ്ങൾ പ്രസംഗിക്കാം. യേശു ഏകരക്ഷിതാവാണെന്ന് പ്രസംഗിക്കാതിരിക്കാം. ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാം. പക്ഷേ ഒരു തെളിവ് ഞങ്ങൾക്ക് തരണം. ഈ 4 ഗുണങ്ങളുമുള്ള ഒരു വ്യക്തിയെ കാണിച്ചു തരണം. ഏതൊക്കെ ഗുണം? പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ ജനിച്ച്, ജീവിച്ച്, മരിച്ച്, പാപികൾക്ക് വേണ്ടി മരിച്ച, ഉയർത്തെഴുന്നേറ്റ് പോയ, വീണ്ടും വരാമെന്നരുളി ചെയ്ത ഒരു വ്യക്തിയെ ഈ ഉലകത്തിൽ കാണിച്ചു തന്നാൽ ഞങ്ങൾ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചങ്കൂരത്തോടെ പറഞ്ഞെന്നറിയോ? എനിക്ക് ഉറപ്പുണ്ട്, ആര് ശ്രമിച്ചാലും, ഉലകത്തിൻ്റെ 5 വൻകരയിൽ പരതിയാലും അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെപ്പോലെ ആരാധനാരുമില്ല. ഈ രാത്രി കരമടിച്ച് ആവേശത്തോടെ ആരാധിക്കട്ടെ. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, മോശയേക്കാൾ ശ്രേഷ്ഠൻ, മൽക്കിസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, ശലോമോനേക്കാൾ ഉന്നതൻ, പഴയ നിയമയാഗങ്ങളേക്കാൾ ശ്രേഷ്ഠൻ, ദേവാലയത്തേക്കാൾ വലിയവൻ അവനത്രേ ഞങ്ങൾ ആരാധിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഈ ചെന്നിയോട് ദേശത്ത് ഞാൻ ഉച്ചൈസ്വരം പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റാരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശു ക്രിസ്തു. യേശു ക്രിസ്തു. അഭിമാനത്തോടെ പറയാൻ കൃപ പ്രാപിച്ച പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക.